നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നിട്ട് പറഞ്ഞു. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്ഷണം കിട്ടാനിട്ട് ഇലകള് തിന്നിട്ട് ആടുകൾ വിസർജിക്കുന്നത് പോലെ വിസർജിച്ചിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഹത്താ ഇൻകാന അഹദുനാ ലയളഉ കമാ തളഉ ഷാത്ത് എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മക്കറിയാം, നമ്മളിപ്പോ ഒരു ചീരയുടെ ഇല നമ്മൾ കറി വെച്ചിട്ട് ഭക്ഷണം ഊച്ചി കഴി തന്നെ പിറ്റേ ദിവസം വയറ്റുന്ന് പോകുമ്പോ അല്ലേ എങ്ങനെ ഉണ്ടാവുക? പണ്ടൊരു ഉമ്മാമ നമ്മളെ ഏതോ ഒരു ഉസ്താദ് ഒരു ഉദാഹരണം പറഞ്ഞു. എന്താണ്, ഒരു ഉമ്മാമ പിന്നെ ഒരു തീരെ വിസർജനം നടത്താത്ത കറാമത്ത് കൊണ്ട് പ്രത്യക്ഷപ്പെട്ട ഒരാളെ പിടിക്കപ്പെടാനുള്ള ഒരു മാർഗം എന്താണെന്ന് ഒരു ഉമ്മാമ ഇങ്ങനെ ചിന്തിച്ചപ്പോ തീരെ അയാൾ ബാത്റൂമിൽ പോവില്ലെന്നാ പറഞ്ഞത്. അപ്പൊ ഒരു ദിവസം എന്ത് ചെയ്തു, കുറെ മുരിങ്ങയുടെ ഇല മാത്രം അങ്ങോട്ട് വെച്ചു കൊടുത്ത്. മുരിങ്ങയുടെ ഇല തിന്ന ഏകദേശം ആളുകളൊക്കെ ബാത്റൂമിൽ പോവുമല്ലോ. അങ്ങനെ മുരിങ്ങയുടെ ഇല വെച്ചു കൊടുത്തപ്പോ ഇദ്ദേഹം കുളിക്കാൻ വേണ്ടി കുളത്തിലിറങ്ങി. ഇയാളെ പഴുതി എന്താ, സാധാരണ കുളത്തിലാണ് എന്ത് ചെയ്യാറ്, വിസർജനം നടത്തല്. അപ്പൊ പിന്നെ ആരും കാണൂലല്ലോ, ഇയാളാണ് ഈ ബാത്റൂമിൽ പോണത്, ആരും കാണൂല. അങ്ങനെ പിടിക്കപ്പെട്ടത് എങ്ങനെ, മുരിങ്ങയില കൊടുത്ത് ആ കുളത്തില് വിസർജനം നടത്തി. മൂപ്പര് കേറി പോന്നപ്പോ വിസർജിച്ച നമ്മളെ വേപ്പിന്റെ ഇലകൾ ഉണ്ടല്ലോ, അവരെല്ലാരും കൂടി മേപ്പിട്ട് വന്നിട്ട് സ്വാഗതം പറഞ്ഞ്. ആരോട്? തള്ളയോട്. അങ്ങനെ അവിടെ ആ കറാമത്ത് എന്ന് പറയില്ലട്ടോ, ആ അത്ഭുതകരമായ രംഗം പൊളിക്കപ്പെട്ടു എന്ന്. അപ്പൊ പരീക്ഷിക്കാൻ നല്ല മാർഗാണേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്വഹാബികള് വെറും ഇലകള് തിന്നിട്ട് വിസർജിക്കുന്നത് എന്തുപോലെയായി? മൃഗങ്ങള്, ആട് വിസർജിക്കുന്നത് പോലെയായി. അത്രത്തോളം വിഷമകരമായിരുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, നമ്മുടെ തീൻമേശകളുടെ മുകളില് നമ്മൾ വിളമ്പുന്ന വിഭവങ്ങളുടെ തോതനുസരിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും മുടങ്ങിപ്പോയി, ഇബാദത്തുകളൊക്കെ മുടങ്ങിപ്പോയി. നിസ്കാരം ഉപേക്ഷിക്കുകയും നമ്മുടെ ശരീരത്തിനനുസരിച്ച്, ശരീരത്തിന്റെ വർത്തമാനത്തിനനുസരിച്ചിട്ട് നമ്മൾ നടക്കുകയും ചെയ്തപ്പോ എന്തായി? നമ്മുടെ കിച്ചൺ കാര്യമൊക്കെ ഉഷാറാക്കാൻ നമ്മൾ തുടങ്ങി. അപ്പൊ തന്നെ നമ്മളിൽ നിന്ന് പലതും ഒഴിഞ്ഞുപോയി, സമൂഹത്തിൽ നിന്ന് തന്നെ പലതും വിട്ടുപോയി. റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കാൻ സമയമില്ല, കാരണം നല്ല മണമുള്ള ബിരിയാണി വിളമ്പി വെച്ചാല് ളുഹുർ നിസ്കരിച്ച ഇനി പിന്നെ നിസ്കരിക്കുക റവാത്തിബ് എന്നുള്ള രീതിക്ക് ആ റവാത്തിബുകളും ഒക്കെ പോയി. അല്ലെങ്കിൽ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ ഫോണ് ബെല്ലടിക്കും. നിസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ ഫോണ് ബെല്ലടിച്ചാല് പിന്നെ നിസ്കാരം കഴിഞ്ഞേക്ക് പിന്നെ ആ ഫോണുമിൽ കൂടാണ്ട് പോകും. അവിടെ ഇരുന്ന് കുറച്ചേരം ഇരിക്കാനോ അല്ലെങ്കിൽ റവാത്തിബ് നിസ്കരിക്കാനോ ഒന്നിനും സമയമില്ല. പിന്നെ ളുഹാ നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരമുണ്ട്. സാധാരണ ഒരു നല്ല അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അടയാളം, സുബഹി നിസ്കാരം കഴിഞ്ഞാല് അവൻ എന്ത് ചെയ്യും, ളുഹാ വരെ അള്ളാഹുവിന്റെ വഴിയിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദിക്റുകളും ഖുർആനൊക്കെ ചൊല്ലി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ളുഹാ നിസ്കരിച്ചു കഴിഞ്ഞാലാണ് ഒന്നുകിൽ അവന്റെ മഈഷത്തിന്റെ മാർഗത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി പുറപ്പെടും, അല്ലെങ്കിൽ വീണ്ടും അള്ളാഹുവിനെ ഇബാദത്തെടുക്കും. അപ്പൊ നമ്മളെ പോലുള്ള ആളുകളൊക്കെ ജോലിക്കാരാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ത് ചെയ്യലാണ്, ളുഹാ നിസ്കരിച്ചിട്ട് ജോലിക്കിറങ്ങലാണ്. നല്ല ആളുകളൊക്കെ അങ്ങനെയാണ്. അപ്പൊ ആ ളുഹകൾ എന്ത് ചെയ്തു, ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ളുഹ എന്ന് പറയുന്നത് നമ്മളെ കുട്ടികൾക്കൊന്നും ഓർമ്മ തന്നെ ഉണ്ടാവൂല. അതുപോലെ തന്നെ തഹജ്ജുദിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ഒക്കെ പോയി, എല്ലാം പോയി. ഇതിനൊക്കെ കാരണം എന്താ? ഈ ദുന്യാവിലെ ജീവിതത്തിന്റെ സുഖം ജനങ്ങൾ ശരിക്കും പഠിച്ചു. അപ്പൊ അള്ളാഹുവിനെ മറന്നു. അപ്പൊ അള്ളാഹുവിനെ മറക്കുമ്പോ പിന്നെ എന്ത് ചെയ്യൂല, അള്ളാഹുവിലേക്ക് ആരും അടുക്കൂലല്ലോ. വരാൻ പോകുന്ന കാലത്തുള്ള ശിക്ഷക്ക് വേണ്ടിയിട്ട് ആരും ഇപ്പൊ പ്രയത്നിക്കൂല. ഇപ്പൊ കിട്ടുന്നതിലേക്ക് എല്ലാവരും നടക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ എന്നുള്ള നിലക്ക് പിന്തിക്കപ്പെടും. ആ ഒരു രൂപം നമുക്ക് എത്തിപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും
അവിടുന്നുള്ള തൊട്ടടുത്ത തലമുറയുടെയും പിന്നാലെ വരുന്നവരുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സുമ്മ യകൂനു ബഅദഹും ഖൗമുൻ യഷ്ഹദൂന വലാ യുഷ്ഹദൂൻ വയഖൂനൂന വലാ യുത്തമനൂൻ വയൻസിറൂന വലാ യൂഫൂൻ വയദ്ഹറു ഫീഹിം സിമൻ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അതിന്റെ മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയണം കേട്ടോ. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം ഇവിടെ നിൽക്കാൻ പോവാണ്. വല്ലാതെ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുന്നുണ്ട്. എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. ഇവിടെ നമ്മള് ആഹാരപാനീയങ്ങളൊക്കെ നമ്മൾ ഹലാലായിരിക്കുക. നമ്മൾ കഴിക്കുന്നതൊക്കെ മറ്റുള്ളവരുടെ അധീനതയിൽ പെട്ടതാണോ, അതോ നമ്മൾ തട്ടിപ്പറിച്ചതാണോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തതാണോ എന്ന് നമ്മൾ നോക്കണം. ഹറാമായ ഭക്ഷണം, ഹറാമായ വെള്ളം കുടിച്ചാൽ അതിലുണ്ടാവുന്ന മക്കളും എന്താവും? ഹറാമായി തീരും. നമ്മുടെ രക്തം കൊണ്ടുണ്ടാവുന്ന മക്കളും ഹറാമായി തീരും. മാത്രല്ല നമ്മുടെ ഇബാദത്തുകളൊന്നും അല്ലാഹു തആല സ്വീകരിക്കൂല. ദുആക്കൊന്നും ഇജാബത്ത് കിട്ടൂല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എപ്പോ ആഹാരം കഴിക്കുകയാണെങ്കിലും എപ്പോ വെള്ളം കുടിക്കുകയാണെങ്കിലും ഇത് അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതാണോ എന്ന് ഒന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും വേണം. അതൊക്കെ നമ്മെ കൊണ്ട് കഴിയുന്നതാ. അത് നമ്മളെ കൊണ്ട് കഴിയുന്ന, പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഉസ്താദെ, നിസ്കാരത്തിൽ എന്താ ഒന്ന് ചിന്തിക്കേണ്ടത്? നിസ്കാരത്തിൽ എന്താ ചിന്തിക്കേണ്ടതെന്നോ? അത് നന്നായിട്ടുണ്ട്. നിസ്കാരത്തിൽ ചിന്തിക്കേണ്ടത് അള്ളാഹുവിനെ ചിന്തിക്കുക. തക്ബീറത്തിൽ ഇഹ്റാം അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാലേ നമ്മള് ഫാത്തിഹ ഓതൂലേ? ഫാത്തിഹ ഓതുമ്പോ പിന്നെ ആ ഫാത്തിഹയുടെ അർത്ഥങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുക. നീ ഫാത്തിഹയുടെ അർത്ഥം അറിയില്ലെങ്കിൽ ഉസ്താദുമാരോട് ചോദിക്കുക, അടുത്തുള്ള ഉസ്താദുമാരോടൊക്കെ ചോദിക്കുക. എന്നിട്ട് അത് മനസ്സിൽ കൊണ്ടുവരിക, അള്ളാഹുവിലേക്ക് ഓർക്കുക. അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ അള്ളാഹു നമ്മെ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടെ ആയിരിക്കണം നിസ്കരിക്കേണ്ടത്. അപ്പൊ ആ നിസ്കാരം തെറ്റിപ്പോവില്ല. മറിച്ച് നമ്മ എന്തോ കാട്ടിക്കൂട്ടുന്ന രൂപത്തിൽ നിന്നാലോ അപ്പൊ നമുക്കത് ശരിയാവൂല. അപ്പൊ നിസ്കാരത്തില് ചൊല്ലാൻ ദിക്റുകള് ദിക്റുകളാ കുറിച്ചും, അതെ, നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളെ കുറിച്ചും നമുക്ക് നല്ല ഇപ്പൊ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മളെ കൂട്ടുകാരല്ലേ, നമ്മളെ ബൈലക്സ് റൂമിലുള്ള കൂട്ടുകാരല്ലേ, നമുക്കറിയുന്നത് നമ്മളെ മറ്റുള്ളവരൊക്കെ ഉപദേശിക്കുന്ന കാര്യങ്ങളും പറഞ്ഞുതരാലോ. നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യാറിയോ? നമ്മുടെ നിർബന്ധമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നിർബന്ധമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായിട്ട് ഒന്നുകിൽ ജോലിയിൽ അല്ലെങ്കിൽ മറ്റുള്ള വിഷയത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റോ നമ്മൾ ഫ്രീ ആയിരിക്കുക. ഇപ്പോ ജോലി ചെയ്യുമ്പോൾ മുദീർ ബാങ്ക് കൊടുത്തു, ളുഹർ ബാങ്ക് കൊടുത്തപ്പോൾ മുദീർ ഒരു പണി തന്നിട്ടുണ്ട്. ഒന്നുകിലോ ആ പണി തീർക്കുക, അല്ലെങ്കിൽ മുദീറിന് സമ്മതമാണെങ്കിൽ അത് വേറൊരു സമയത്തേക്ക് മാറ്റിവെക്കുക. എന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്ന ആ സമയമുണ്ടല്ലോ, അത് പരിപൂർണമായി നമ്മൾ ഫ്രീ ആവുക. അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്? വരാൻ പോകുന്ന ഒരു വിഷയത്തെ ചിന്തിക്കാനോ കഴിഞ്ഞൊരു വിഷയത്തെ ചിന്തിക്കാനോ ഉള്ള ഒരു ചാൻസ് നമ്മളുടെ മനസ്സിന് കൊടുക്കാതിരിക്കുക. ആ 15 മിനിറ്റ് ഫ്രീ. എല്ലാവരോടും പറയാം, ഞാൻ നിസ്കരിക്കാൻ പോവാണ്, എന്റെ നിസ്കാര ടൈമാണ്, ആ നിസ്കാരം ഓക്കെ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യില്ല? നിസ്കാരം കഴിഞ്ഞേക്ക് ഓടേണ്ട ഒരു ആവശ്യമോ നിസ്കാരത്തിൽ ചിന്ത മാറേണ്ട ഒരു ആവശ്യമോ അവിടെ വരില്ല. ഈ നിസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഏതായാലും വുളു എടുത്ത് 10 മിനിറ്റ് ഏതായാലും ചെലവഴിക്കുകയാണ്. അത് അള്ളാഹിന്റെ പൊരുത്തത്തിനായിക്കോട്ടെ. വെറുതെ കാട്ടിക്കൂട്ടിയിട്ട് എന്താ കാര്യം? നിസ്കരിക്കുന്ന ആളുകൾക്കാണ് എന്തുള്ളത്? നരകമുള്ളത്. നിസ്കരിക്കുന്ന ആളുകൾക്കാ നരകം. അത് ഏത് നിസ്കാരക്കാരാന്നറിയോ? ആ കൂട്ടത്തിൽപ്പെട്ടവരാ വെറുതെ കുമ്പിട്ട് നൂര് അള്ളാഹിനെ കളിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അപ്പോ നമ്മുടെ 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് നമ്മൾ ഇനിയിപ്പോ ളുഹർ വാങ്ക് കൊടുത്തേക്കന്നെ നിസ്കരിക്കുക എന്നുള്ളത് നല്ല അഫ്ളലായ സുന്നത്താണ്, നല്ല റാഹത്താണ്. സമയം പിന്തിക്കാതെ ഫസ്റ്റ് വക്തിൽ തന്നെ നിസ്കരിക്കുമ്പോ നമുക്ക് ആ നിസ്കാരം എന്താവൂല? നഷ്ടപ്പെട്ടു പോകൂല.
പിന്നെ വേറൊന്നിലേക്കും പോയാലും കുഴപ്പമില്ല. ഇനി അങ്ങനെ ബാങ്ക് കൊടുത്തേക്ക് തന്നെ നിസ്കരിക്കാൻ പറ്റൂല, നമുക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഫ്രീ ആയിട്ടില്ല, നമുക്ക് കുറച്ച് പിന്തിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി. നിനക്ക് മനസ്സിന് റാഹത്ത് കിട്ടുന്ന ഒരു സമയം നിസ്കാരത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുക എന്നുള്ളത് നിന്റെ മനസ്സിൽ എന്ത് ചെയ്യും, മറ്റുള്ള ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും. എന്താവശ്യമാണെങ്കിലും ഇപ്പൊ പെണ്ണുങ്ങൾക്കൊന്ന് ഫോൺ ചെയ്യണം, ആ ഫോൺ ചെയ്തിട്ട് മതി, ഫോൺ ചെയ്തിട്ട് നിസ്കരിച്ചോ, ഇല്ലെങ്കിൽ ഇത് നിസ്കാരം കഴിഞ്ഞിട്ടാണോ ഫോൺ ചെയ്യാനെന്നുള്ള ആ തിരക്കിലാവും നിസ്കരിക്കുക, അപ്പൊ ചിന്ത മാറും. അങ്ങനെ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന സമയത്ത് നമ്മൾ നിസ്കാരത്തിലേക്ക് നിൽക്കരുത്. അപ്പോഴാണ് നമ്മൾ ചിന്ത മാറിപ്പോകുന്നത്. അതിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് കേട്ടോ, അപ്പൊ നമ്മൾ മോശമാണ്. അതുപോലെ മൊബൈൽ ഫോൺ ആദ്യം മൊബൈല് ഫസ്റ്റത്തെ തക്ബീറിൽ തന്നെ മൊബൈൽ അടിക്കും, പിന്നെ എങ്ങനെയാ നിസ്കാരം പൂർത്തിയാക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചോക്ക് സുഹൃത്തുക്കളെ. ഫസ്റ്റ് റക്കാത്തിൽ തന്നെ നിസ്കാരത്തിൽ അങ്ങോട്ട് മൊബൈൽ അടിക്കാൻ തുടങ്ങി പിന്നെ ആ നിസ്കാരം ആരെങ്കിലും ശ്രദ്ധിക്കും? ഇല്ല, വെറുതെ കാട്ടിക്കൂട്ടലേ ആവുള്ളൂ. അതിനൊക്കെ നമ്മളൊരു പരിധി വരുത്തുക. ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക, സൈലന്റും അല്ല, സ്വിച്ച് ഓഫ് ആക്കുക. ഒരു 15 മിനിറ്റ് അള്ളാന്റെ മുന്നിലല്ലേ നിൽക്കുന്നത്. മറ്റുള്ള നിസ്കാരം ബാത്തിലാവും, നമ്മളെ നിസ്കാരവും ബാത്തിലാവും. എന്തിനാണ് അതിന് നിൽക്കുന്നത്? ഒരു 15 മിനിറ്റ് ഏതായാലും മെനക്കെട്ടു. അതുപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന് മുമ്പ് ഒരായത്തിൽ കുർസി ഓത്, എന്നിട്ട് നെഞ്ചത്തേക്കൊന്ന് മന്ത്രിക്കുക. ഇത് വഹാബികൾ ഇത് കേൾക്കുമ്പോ ചിലപ്പോ ഇന്നെ ഇടങ്ങാറാക്കും. അപ്പൊ നെഞ്ചത്തേക്കൊരു എന്ത് ചെയ്യാ, ഒരു ആയത്തിൽ കുർസി ഓതിയിട്ട് മന്ത്രിക്കുക. നല്ലതാണ്, പിശാചിന്റെ ഷെറിൽ ഉണ്ടാവൂല, നമുക്ക് നിസ്കാരത്തിലൊരു ഖുശൂ കിട്ടും. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അല്ലാഹു തആല നമുക്ക് അതിനൊക്കെയുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെയാണ് പറഞ്ഞത്, നമ്മൾ തിന്നുന്നതും ഒക്കെ നല്ലതാണോ നോക്കുക. വലാ തഖ്തുലു അൻഫുസക്കും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും സമ്പാദിച്ച പണം കൊണ്ടുള്ള ഭക്ഷണം പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്കിടയിൽ അസാധുവായ നിലയിൽ ഭക്ഷിക്കരുത്. നിങ്ങൾക്ക് അർഹതപ്പെടാത്തത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭക്ഷിക്കരുത്. അപ്പൊ ഈ വാക്യത്തെ വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ ശരീരത്തെ വധിക്കരുത്. അപ്പൊ നല്ലത് സംഭവം ഭക്ഷണം കഴിക്കലാണ്, പക്ഷെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നിന്റെ ശരീരത്തെ നീ കൊല്ലുകയാണ് ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടതല്ല, ഹറാമായതാണ്. അപ്പൊ പരിപൂർണമായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ ഹറാമാണോ എന്ന് വരുത്തണം. ചില മഹാന്മാരൊക്കെ പറയാറുണ്ട്, ചില മഹാന്മാർക്കൊക്കെ അർഹമായ ഭക്ഷണം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വയറ്റിൽ പിടിക്കൂല. എന്ത് ചെയ്യും? അത് വയറിളകി പോകും, ആരെങ്കിലും പൊരുത്തപ്പെടാത്ത ഭക്ഷണമൊക്കെ കൊടുത്താല്. കണ്ടോ? അപ്പൊ ശരീരത്തിൽ പിടിക്കാൻ പാടില്ല. അത് ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ മേഖലകളും അത് ബാധിച്ചുകൊണ്ടിരിക്കും. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരുപാട് ഉദാഹരണം പറയാനുണ്ട്. ഇനി നോക്ക്, കൊലയുടെ മുമ്പ് അസാദാക്കുന്ന, നമ്മുടെ ശരീരത്തെ കൊല്ലുന്നതിന് മുമ്പ് അസാധു ഭക്ഷിക്കുന്നതാണ് പിന്നെ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ശരീരത്തെ വധിക്കപ്പെടുന്ന, നമ്മുടെ ശരീരത്തെ കൊല്ലുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്. വിഷം കഴിക്കരുത് എന്നും പറയാം. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഹറാമായ ഭക്ഷണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹലാലിന്റെ വില ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതൊന്ന്. രണ്ടാമത് പിന്നെ പറഞ്ഞെന്താ അറിയോ, കുലൂ മിൻ ത്വയ്യിബാത്തി വഅമലൂ സ്വാലിഹാൻ. ഇതിവിടെ ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാല്, പിന്നെ ചില ആളുകൾ ഇനിയിപ്പോ ഇതൊക്കെ കേട്ടിട്ട് തീരെ ഭക്ഷണം കഴിക്കണില്ല. ഞാൻ 3 നേരം ഭക്ഷണം കഴിച്ചതാണ്, ഞാൻ 1 നേരം ആക്കി ചുരുക്കി, പിന്നീട് വിശപ്പ് ചത്തു, പിന്നെ തീരെ ഭക്ഷണം വേണ്ട, ഇപ്പൊ തോന്നുമ്പോഴേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും. അത് പാടില്ല കേട്ടോ, അതും പാടില്ല. അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഭക്ഷണം കഴിക്കണം, പട്ടിണി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് നേടുന്ന ഊർജം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? കുലു മിനത് ത്വയ്യിബാത്തി വഅമലു സ്വാലിഹ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഊർജം അത് എന്തിനാവണം? അള്ളാഹുവിന് ഇബാദത്ത് എടുക്കാനാവണം. ആ നിയ്യത്തോടുകൂടി എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. ആ ആരോഗ്യം കൊണ്ട്
അള്ളാഹു തആല തന്ന വലിയ നിഅമത്തായ ആ ഭക്ഷണം കൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹമായി പെരുമാറുന്ന ആ രൂപത്തിലുള്ള ആരോഗ്യം ഉണ്ടാക്കാനല്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്ന രൂപത്തിലുള്ള ആരോഗ്യം ഉണ്ടാവാനല്ല നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ, നമ്മുടെ മക്കളെ പോറ്റാനുള്ള ആരോഗ്യത്തിന് വേണ്ടി, ജോലി ചെയ്യാനുള്ള ആരോഗ്യത്തിന് വേണ്ടി, ഇബാദത്തെടുക്കാനുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള നിയ്യത്തോടു കൂടിയായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോ ഇനി ചില ഇബിലീസിനൊരു പണിയുണ്ട്. ഇബിലീസ് നല്ലതിലും വരും ചീത്തയിലും കയറി വരും. ഇബിലീസ് പറയും എന്താ അറിയോ, നമ്മൾ കുറച്ച് ദിവസമൊക്കെ നിസ്കരിച്ചു, ദിക്റ് ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, അപ്പൊ ഇബിലീസ് ഇങ്ങനെ കയറി വന്നിട്ട് പറയും, എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ തീരെ ഭക്ഷണം കഴിക്കണ്ടട്ടോ, തീരെ ഭക്ഷണം കഴിക്കണ്ട, ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുവിന് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടല്ല, നിന്റെ ഇബാദത്തിനൊക്കെ മുടക്കം വരും, അതുകൊണ്ട് നീ ഭക്ഷണം പരമാവധി കുറക്കണം എന്ന് പറയും. അള്ളാഹി സാധു എന്ത് വിചാരിക്കും, ഇത് സത്യമാണ് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഭക്ഷണം കുറക്കും. ചിലപ്പോ ഒരു ദിവസം തീരെ കഴിക്കൂല, പിറ്റേ ദിവസം കഴിക്കും, അങ്ങനെ ഭക്ഷണം കുറക്കും. ഈ ഭക്ഷണം കുറക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, ഭക്ഷണം കഴിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉള്ളതോടുകൂടി ഭക്ഷണം കഴിക്കാതിരിക്കലാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പട്ടിണി കിടക്കന്നെ, പൈസ ഇല്ല മുതലുമില്ല, പട്ടിണി കിടക്ക, അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. നമുക്ക് സാഹചര്യം ഉണ്ടായിരിക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒഴിവാക്കലാണ് ഒരു മനുഷ്യന്റെ തന്റെ ഇടം എന്ന് പറയുന്നത്. അല്ലാതെ അതിന് വകല്ലാത്ത രൂപത്തിൽ വരുമ്പോ ആ രൂപത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല. നമുക്ക് എന്തിനും, എനിക്ക് ആരോഗ്യമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, എന്നെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ അയാളെ തിരിച്ചിട്ട് നന്നായി പെടക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. പക്ഷെ ഞാൻ അയാൾ അടിച്ചപ്പോ ഞാൻ ക്ഷമിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ക്ഷമിക്കുന്നു. അതാണ് തന്റെ ഇടം. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ നമ്മൾ പിന്നെ നെക്കെടുക്കാൻ പാടില്ല. അവിടെയാണ് നമ്മൾ അന്തസ് നമ്മൾ കാണിക്കേണ്ടത്. ആരോഗ്യയെ പ്രതികരിക്കാതിരിക്കും. അപ്പൊ ആരോഗ്യ സമയത്ത് അള്ളാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ അടുത്ത് പണം ഉണ്ടായിരിക്കെ ഞാൻ ആർഭാടത്തിൽ നിന്ന് ഒഴിവാകുക. അല്ലാതെ എന്റെ അടുത്ത് കാശില്ലാത്തതുകൊണ്ടാ, ഇല്ലെങ്കിൽ അവനേക്കാളും വലിയ വീട് ഞാൻ കയറ്റും, അല്ലെങ്കിൽ അവൻ കെട്ടിച്ചതിനേക്കാൾ കൂടുതൽ പണ്ടവും പണവും കൊടുത്ത് ഞാൻ എന്റെ കുട്ടിനെ കെട്ടിക്കും എന്നുള്ള മാനസിക ചിന്ത വരാൻ പാടില്ല. നമ്മൾ പണം ഉണ്ടായിരിക്കെ അത് അള്ളാഹുവിന്റെ മാർഗത്തിലായി ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക, അവിടെ ക്ഷമിക്കുക, ദുർവ്യം ഒഴിവാക്കുക. അതാണ് തന്റെ ഇടം. അപ്പൊ ഉണ്ടായി, നമുക്ക് നല്ല കഴിവുണ്ട്, പക്ഷെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മിതത്വം പാലിക്കുന്നു, അവനാണ് രക്ഷപ്പെട്ടവൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇബ്ലീസ് എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കണ്ടെന്ന് പറയും. ഈ പാവം ഭക്ഷണം കഴിക്കൂല. അവസാനം എന്ത് ചെയ്യും, അപ്പൊ ഗ്യാസ് ട്രബിള്, അൾസർ, ഷുഗർ, അത് ഇത് ഒക്കെ ഉണ്ടാവും. എങ്ങനെ ഉണ്ടായിട്ട് നമ്മുടെ ശരീരം എന്ത് ചെയ്യും, അസുഖത്തിന് അടിമപ്പെടും. അപ്പൊ നമ്മുടെ ശരീരം അടിമപ്പെടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റൂല, നോമ്പ് നോക്കാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പറ്റൂല. ഇതായിരുന്നു ആരുടെ ആവശ്യം? ഇബ്ലീസ് ലഅനത്തുള്ളാഹിയുടെ ആവശ്യം. അപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിച്ച് അസുഖമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ ഇബ്ലീസ് വന്നിട്ട് ഈ ഒരു ഒലിജിയാണ്, ഇതൊന്നും തിന്നും കുടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ഭദ്രത നമുക്കറിയാൻ പറ്റും. അതനുസരിച്ചേ നമ്മൾ പ്രവർത്തിക്കാവൂ. അല്ലാതെ ഇബ്ലീസിന്റെ ദുമന്ത്രങ്ങൾ, വേണ്ടാത്ത മന്ത്രങ്ങൾ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. അല്ലാഹു തആല നമ്മളെ തൊട്ട് അതിന് ഇബ്ലീസിന്റെ ഷർറിൽ തൊട്ട് അല്ലാഹു തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ രണ്ടും പറഞ്ഞു ഞാൻ കേട്ടോ, ഒന്ന് മാത്രല്ല രണ്ടു ഭാഗവും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചു പോവാം. ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചൊരു ഹദീസ് ഉണ്ട്. എന്താണ്? ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൊട്ടടുത്ത തലമുറകളെയും പിന്നാലെ വരുന്നവരുടെയും കാര്യം ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സുമ്മയകൂനു ബഅദഹും ഖൗമൻ യശ്ഹദൂന വലാ യുസ്തഷ്ഹദൂൻ എന്നുള്ള ഹദീസ് ഞാൻ നേരത്തെ ഓതിയ ഹദീസിൽ പറഞ്ഞു. എന്ത്? നിങ്ങളുടെ പിന്നാലെ ഒരു സംഘം ഉണ്ടാവും, ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും. അവർ സാക്ഷ്യം പറയാന് എന്ത് ചെയ്യും? വിളിക്കപ്പെടാതെ തന്നെ വലിഞ്ഞു കയറി വന്ന് സാക്ഷി പറയും.
ആ കൂട്ടരെ എന്ത് ചെയ്യുന്നറിയോ, അവരെ സാക്ഷിക്കൊന്നും വിളിച്ചിട്ടുണ്ടാവൂല. ഏയ് നിങ്ങളെ തീരുമാനത്തിന് പരിഹാരം തരണം എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവൂല. പക്ഷെ അവര് എന്ത് ചെയ്യും, ക്ഷണിക്കപ്പെടാതെ വലിഞ്ഞു കയറി വരും. മാത്രമല്ല അവർ ചതിക്കും, അവർ ചതിക്കും. മാത്രമല്ല വിശ്വസിക്കപ്പെടില്ല. മാത്രമല്ല നേർച്ചയാക്കും അവർ. വീട്ടൂല. നേർച്ചയാക്കും പക്ഷെ വീട്ടൂല. അവരിൽ തടി, ഭയങ്കര തടിയും കൊഴുപ്പും കൊളസ്ട്രോളും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു വിഭാഗം നിങ്ങളുടെ പുറകിൽ വരാനുണ്ട്. സത്യത്തിൽ ഈ പറഞ്ഞത് ശരിക്ക് നമ്മളുടെ ഈ കാലഘട്ടത്തെ കുറിച്ചായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ കാലഘട്ടത്തിലാണ് അങ്ങനത്തെ ആളുകൾ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എങ്ങനത്തെ കൂട്ടുകാരൊക്കെയാണെന്ന് പറഞ്ഞത്, ഒരു വിഭാഗം ആളുകൾ അവര് സാക്ഷി പറയും. എങ്ങനെ സാക്ഷി പറയും? നമ്മൾ അവരെ വിളിച്ചിട്ടില്ല, ഒരു നിലക്കും അവരെ സാക്ഷി പറയാൻ വിളിച്ചിട്ടില്ല. അവര് കയറി വന്ന് സാക്ഷി പറയും. എന്ന് കണ്ടിട്ടില്ല നിങ്ങള് എല്ലാ രംഗങ്ങളിലും? എന്തെല്ലാം വിഷയത്തിന് അനാവശ്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ട് കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കുക, എന്നിട്ട് സാക്ഷി പറയാ. ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല. നല്ല കാര്യം ചെയ്യുന്ന ഒരു പണ്ഡിതനെ അപമാനിക്കാൻ, ജനങ്ങളുടെ ഇടയിൽ താറടിച്ചു കാണിക്കാൻ, സത്യം മറച്ചു വെച്ചിട്ട് വേണ്ടാത്തത് എഴുതി കൊടുത്തിട്ട് കോടതിയിൽ പോയി സാക്ഷി പറയുന്ന ഒരു കൂട്ടര് ഇന്ന് കാണുന്നില്ല നിങ്ങള്? അപ്പൊ അതുപോലെ തന്നെ അവരെന്ത് ചെയ്യൂല, വിശ്വസിക്കപ്പെടൂല. ഇനി എന്തെന്നെ കാണിച്ചു കൊടുത്താലും ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹർ മുബാറക്കല്ല, ഇനി നബി തങ്ങളൊക്കെ തന്നെ കൊടുന്ന് കാണിച്ചു കൊടുത്താലും ഓര് പറയും അത് AP കൊടുന്നതാണ്, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയും. അത് AP കൊടുന്നതാണ്ട് വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയും. കാരണം അത് ഒരാളെ, ഈ ആള് വളർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഞങ്ങളുടെ നേതൃത്വത്തിന്, ഞങ്ങളുടെ ലീഡർഷിപ്പിൽ കോട്ടം പറ്റുക എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി എതിർക്കുക. അപ്പോ അങ്ങനെ ഒരു വിഭാഗം ആളുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കള് അത് മനസ്സിൽ ശരിക്കും സൂക്ഷിക്കണം. ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞതാണ്. അവര് വിശ്വസിക്കൂല. മാത്രല്ല അവര് നേർച്ചയാക്കും പക്ഷെ വീട്ടൂല. വലിയ വർത്താന പറയാ, പക്ഷെ ഒന്നും ചെയ്യൂല. വലിയ വർത്താനങ്ങൾ പറയും, ഒന്നും ചെയ്യൂല. ഇനി മാത്രമല്ല, ഇനി നോക്ക്, നമ്മെ കുറിച്ചാ പറഞ്ഞെന്നുള്ളതിന് ഉള്ള ഉദാഹരണമാണ് എന്ത്, നമ്മളൊക്കെ ഇപ്പൊ ഇന്നൊക്കെ ഈ ഭക്ഷണത്തിന്റെ പരിധി വിട്ട് ഭക്ഷണം കഴിച്ചിട്ട്, തോന്നിയ പോലെ ഭക്ഷണം കഴിച്ചിട്ട്, ഈ എന്തായാലും പറയാ, കൊളസ്ട്രോൾ ഇല്ലാത്ത ആളുകൾ ആരാളുള്ളത്? ഷുഗർ ഇല്ലാത്ത ആരാളുള്ളത്? പ്രഷർ ഇല്ലാത്ത ആരാളുള്ളത്? അല്ലേ? ഭക്ഷണം കഴിച്ചിട്ടേ എന്താ ജോലി ചെയ്യണില്ല. മറ്റത് പഴയ കാലത്ത് പറഞ്ഞ ആളുകൾ അധ്വാനിച്ചിരുന്നു, ഇപ്പൊ അധ്വാനിക്കുന്നില്ല. അധ്വാനിക്കാൻ ഒരാൾക്കും മനസ്സില്ല. കുറെ ഡ്രസ്സും മാറി നടക്കണം എന്നല്ലാതെ അവനവന്റെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജോലി ചെയ്ത് അവനവന്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല ആളുകള്. എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണം, അത് ഏത് രൂപത്തിലും ശരീരം ഇളകാതെ കാശുണ്ടാക്കുക എന്നുള്ള ഒരു വ്യവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിയതുകൊണ്ട് അവർക്കിപ്പോ ഷുഗറാണ്, പ്രഷറാണ്, കൊളസ്ട്രോൾ ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറട്ടെ. അപ്പൊ ഈ ഹദീസിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത് എന്തൊക്കെയാണ്? വയറ് നിറയെ തിന്നുകയും വണ്ണം വെക്കുകയും മാത്രം ലക്ഷ്യമായിട്ടുള്ള ഒരു പറ്റം ആളുകള്. ആ ലക്ഷ്യത്തിന് അവർ വളഞ്ഞ പലതും ചെയ്യും. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കും. നേരത്തെ അവരത് നിർമ്മിച്ചു വെക്കാണ്. എന്നിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് അർഹതയുള്ളവർക്ക് അതിങ്ങനെ കൊടുക്കാണ്. കണ്ടോ? വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുക, ഡിഗ്രിയുടെയും MBD ME ഒക്കെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, അത് അർഹരമായ ആളുകൾക്ക് 20,000 30,000 50,000 മേടിച്ചിങ്ങനെ കൊടുക്കുക. ഒരു പണിയില്ലല്ലോ, മേലളകണ്ടല്ലോ, വളഞ്ഞ ബുദ്ധിയല്ലേ, നല്ല കാശുണ്ടാക്കാൻ പറ്റിയ മാർഗം.
അതുപോലെ തന്നെ അർഹതയുള്ളവർ സാക്ഷ്യം പറയലും സാക്ഷ്യപത്രം നൽകലും സാധാരണ നമുക്ക് മര്യാദയൊക്കെ തന്നെയാണ്. അർഹതയുള്ളവർക്ക് എന്ത് പറയാം, സാക്ഷി പറയാം, സാക്ഷ്യപത്രം ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാം. എന്നാൽ സർട്ടിഫിക്കറ്റുകളൊക്കെ വ്യാജമായി തയ്യാറാക്കി ആവശ്യക്കാരെ കാത്തിരിക്കുന്ന ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കള്ളനോട്ടുണ്ടാക്കുക, ഒരു പണിയില്ല. കള്ളനോട്ടുണ്ടാക്കുക, മേലളകൂലല്ലോ. അതുപോലെ വ്യാജ വെണ്ടർ ഉണ്ടാക്കുക, വ്യാജ മുദ്രപത്രം ഉണ്ടാക്കുക, വ്യാജ സ്റ്റാമ്പ് ഉണ്ടാക്കുക, വ്യാജ ലൈസൻസ് ഉണ്ടാക്കുക, വ്യാജ സർവകലാശാല സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കുക, വ്യാജ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ വ്യാജമായ കാര്യങ്ങൾ നിർമ്മിച്ചിട്ട് ജനങ്ങളെ വഞ്ചിതരാക്കി മേലെ ഇളങ്ങാതെ ജോലി ചെയ്യുന്ന സമ്പാദിക്കുന്ന ആളുകൾ. ഇതൊക്കെ എന്തിനുള്ളതാണ്? ഇതൊക്കെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവരെ കൊണ്ട്. അപ്പൊ വയറ് നിറച്ച് തിന്നാനും കൊളസ്ട്രോൾ കൂട്ടാനുള്ള ഒരു മാർഗമാണ് ഇപ്പോ ജനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാര് പറഞ്ഞതാ? ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇത്തരം ഒരു കൂട്ടർ വരും. അപ്പൊ ചതിക്കുന്നത് ഒരു വാർത്തയല്ലാതെ ആയിപ്പോയി. ഇപ്പൊ ചതി എന്ന് പറയുന്നൊന്നും ഒരു വാർത്തയല്ല. പ്രേമം നടിച്ച് കാര്യം നേടുകയും അതുപോലെ തന്നെ രംഗങ്ങളൊക്കെ മൊബൈലിൽ പകർത്തി അവസാനം പുറത്തറിയാതിരിക്കാൻ വേണ്ടി പണം ചോദിക്കുക. ആ യുഗത്തിലപ്പ നമ്മളുള്ളത് അല്ലേ? അതുപോലെ തന്നെ അനന്തരാവകാശികളില്ലാതെ മരിച്ച ഭൂമിയുടെ ബാങ്ക് നിക്ഷേപം സംഭാവനയായി സ്വീകരിക്കാൻ വേണ്ടി ആളെ തേടുക. പൂർവികരായ ആളുകളുടെ കിതാബുകൾ പുനഃപ്രസിദ്ധീകരണം നടത്തുമ്പോ ഞങ്ങൾക്ക് പ്രതികൂലമായ ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ച് വെട്ടിക്കളഞ്ഞ് പ്രസിദ്ധീകരിക്കുക. അതിലിന്ന് ചെയ്യണത് മുജാഹിദുകൾ. പൂർവികന്മാരുടെ കിതാബുകൾ എന്ത് ചെയ്യും? അത് കൊണ്ടുവരും, എന്നിട്ട് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അവർക്ക് പറ്റാത്ത വല്ലതും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അത് കട്ട് ചെയ്ത് കളയാം. വഞ്ചനയല്ലേ ചെയ്യുന്നത്? കൊടുംചതി അല്ലെ? പലിശ ചേരാത്ത ബിസിനസ് ഇന്ന് ഏതാ ഉള്ളത്? ഏത് പേരിട്ടാലും പലിശ ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല. ഇങ്ങനെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഒരു ചാണ് വയറ് നിറക്കാൻ, കൊളസ്ട്രോൾ കൂട്ടാൻ, കാര്യസാധ്യത്തിന് വേണ്ടി സംഭാവന വാഗ്ദാനം നേർച്ചയാക്കി കൊട്ടക്കണക്കിനായിരിക്കും പറയുക. 10 ലക്ഷം കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാല് 4-1 എന്ത് ചെയ്യാ? മമ്പുറത്തേക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നേർച്ചയാക്കും. എന്നിട്ടോ സാധനം കിട്ടിക്കഴിഞ്ഞാല് നേർച്ചയാക്കിയ ആളും ഉണ്ടാവില്ല, സംഭാവന ഉണ്ടാവില്ല, സംഭാവന കൊടുക്കുക പൈസ ഉണ്ടാവില്ല. സംഭാവന കൊടുക്കാമല്ലോ ഉഷാറാവും. ഇത്ര കിട്ടിയ 10,000, എനിക്കൊരു 10 ലക്ഷം റുപ്യ കിട്ടാണ്ട് 10 ലക്ഷം കിട്ടിയാൽ ഞാൻ 2 ലക്ഷം മമ്പുറത്തേക്ക് എന്ന് പറയും. എന്നിട്ട് കിട്ടിയാലോ അത് ഒരിക്കലും എന്ത് ചെയ്യൂല? തിരിച്ച് കൊടുക്കൂല, നേർച്ച വകവെക്കൂല. അപ്പൊ ഇങ്ങനെ പോകുന്ന പട്ടികകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ്, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടിയത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടി, കൊളസ്ട്രോൾ കൂടിയതിന്റെ ഭവിഷ്യത്തുമായിട്ട് വലിയൊരു വിഭാഗം എത്തുന്നുണ്ട്. ആ ഹോസ്പിറ്റലിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചത് എത്രയോ വ്യക്തമായി പുലർന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അതിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്രേ നമുക്ക് ദുആ ചെയ്യാൻ കഴിയുള്ളൂ. അത്രയും നമുക്ക് അള്ളാഹു തന്നത് എത്രയാണെങ്കിലും അത് മതി. അതിൽ അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പൊരുത്തപ്പെട്ട് ജീവിക്കുക. അപ്പൊ അള്ളാഹു താല എന്ത് ചെയ്യും? നമ്മുടെ മറ്റുള്ള വഴികളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ വേറെ കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി ആയിരിക്കട്ടെ നമ്മുടെ നിയ്യത്ത്. അബൂ റബീഹ് അരിമ്പ്ര മൈക്കിനാണോ? ഉസ്താദുമാരാരും വരാത്തത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. ഉസ്താദുമാർ അടിയിൽ വന്നാലൊന്നും ഞാൻ കാണൂല, മുകളിൽ വന്നാലേ കാണുള്ളൂ. അല്ല, അപ്പോ ബാക്കബി ഉസ്താദ് വന്നിട്ടുണ്ട്. അതുപോലെ ഉസ്താദുമാര് വന്നാലും കൈ പൊക്കി വരാം. ഞാൻ ഉസ്താദുമാരില്ലാത്തതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലും എന്റെ വർത്താനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇൻഷാ അല്ലാഹ്
ഉസ്താദ്മാർ വന്നാൽ ഞാൻ മൈക്ക് വിടുകയും ചെയ്യും. അപ്പോ ഇനി നോക്ക് നിങ്ങള്, അപ്പോ ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടി, കൊളസ്ട്രോള്, പ്രഷറും പ്രമേയം ഒക്കെ കൂടി, ആളുകൾ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടാണ്, ക്യൂ നിൽക്കാണ് ഹോസ്പിറ്റലില്. ഇതൊക്കെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുൻകൂട്ടി നമ്മോട് പറഞ്ഞതുമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നിഅമത്ത് നൽകാൻ, അത് അവനിൽ കാണപ്പെടാൻ ഇഷ്ടപ്പെടുന്നു എന്ന ആ പ്രമേയം ഇസ്ലാമിന്റെ മാത്രമാണ്, അല്ലെ? ഇസ്ലാമിന്റേതാണ്. അള്ളാഹു ഒരു ദാസന് നിഅമത്ത് നൽകിയാൽ അത് അവനിൽ കാണപ്പെടാൻ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നു എന്നുള്ള പ്രമേയം ഇസ്ലാമിന്റേതാണ്, മറ്റുള്ളവരല്ല. എന്നാൽ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുക, അത് ഒരു തരം ചതിയല്ലേ? ഇപ്പൊ ഇപ്പൊ പറഞ്ഞവർക്ക് മനസ്സിലായോ? പറഞ്ഞവർക്ക് മനസ്സിലായിട്ടില്ല അല്ലെ? എന്താ അറിയോ, ഒരു മനുഷ്യന് അള്ളാഹു താല നിഅമത്ത് നൽകി. എന്തുകൊണ്ട്? പണം കൊണ്ട് നിഅമത്ത് നൽകി. പണം കൊണ്ട് നിഅമത്ത് നൽകിയ മനുഷ്യനെ അവനിൽ എന്ത് ചെയ്യണം? ആ പണം കാണപ്പെടണം. അത് അള്ളാഹു താലാക്ക് ഇഷ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു താല തന്ന പണം കൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹു താലാക്ക് പൊരുത്തപ്പെട്ട രൂപത്തിൽ അത് ചെലവഴിക്കണം. അപ്പോഴാണ് അള്ളാഹു താല കാണുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യണം? അള്ളാഹു താല കാണുന്നത് എങ്ങനെ? പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി കൊടുക്കുക. എന്റെ മോളെ ഞാൻ കെട്ടിക്കുമ്പോ അതേപോലെ തന്നെ അടുത്ത് പാവപ്പെട്ട ഒരു പെൺകുട്ടിനെ കെട്ടിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം. അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, യതീം കുട്ടികളെ സംരക്ഷിക്കുക, അള്ളാഹുവിന്റെ ഭവനമായ പള്ളികള് അതിനു വേണ്ടിയിട്ട് നമ്മൾ സഹകരിക്കുക. അവിടെയാണ് അള്ളാഹു താല തന്ന നിഅമത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അള്ളാഹു താലാനെ കാണിക്കാൻ പറ്റുന്നത്. മറിച്ച് അത് പെട്ടിയിലിട്ട് കൂട്ടി ഒരാൾക്കും കൊടുത്തില്ല, ഒരാളെ സഹായിക്കുന്നില്ല. അത് അള്ളാഹു താല ഇഷ്ടപ്പെട്ട് തന്ന ഒരു സാധനം പുറത്തറിയിക്കാതെ പെട്ടിയിലിട്ട് കൂട്ടി ആർക്കും കൊടുക്കാതെ പബ്ലിഷ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു താല കാണുമോ? അള്ളാഹു താലക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അതാണ് ഇതിന്റെ വ്യാഖ്യാനം, ശരിക്കും അർത്ഥം. എന്നാ ചിലവർ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എങ്ങനെ അറിയോ? അള്ളാഹ് തന്ന പണാണ്, അള്ളാഹു താല പണം തന്നാൽ തന്നവർ തന്ന രൂപത്തിൽ ചെലവഴിക്കണം, ഇല്ലാത്തവർ ഇല്ലാത്ത രൂപത്തിലും ഉള്ളവർ ഉള്ള രൂപത്തിലും. എങ്ങനെ? അള്ളാഹു താല നിനക്ക് പണം തന്നാൽ നീ നിന്റെ സ്വന്തം ആവശ്യത്തിന് വലാക്കിന്റെ കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ജീവിക്കുക. അതാണ് അള്ളാഹു താല പറഞ്ഞത്. പണമുള്ളവർ അതിനനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതല്ല. അതിന്റെ അർത്ഥം എന്താ? നിനക്ക് അള്ളാഹു താല പണം തന്നിട്ടുണ്ടെങ്കിൽ നീ അത് ഉപയോഗിക്കുന്നതിനോട് കൂടെ പാവപ്പെട്ടവർക്കും നീ എന്ത് ചെയ്യണം? അത് എത്തിച്ചു കൊടുക്കണം. അപ്പോഴാണ് അള്ളാഹു കാണുന്നത്, അപ്പോഴാണ് യഥാർത്ഥ പണക്കാരനാവുന്നത്. അല്ലാതെ എനിക്ക് പണമുണ്ട് എന്നും പറഞ്ഞിട്ട് കാറിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുമ്പോ ആ കാറ്റ് തട്ടിയിട്ട് പാവങ്ങൾ വീണു പോവും. ആ രൂപത്തിൽ പോക്കല്ല പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ പിന്നെ കൂടുതൽ അതിനെ കുറിച്ച് പറയുമ്പോ എന്താ ഉസ്താദെ ഞങ്ങള് പിന്നെ പി ഉസ്താദൊക്കെ എന്താ അങ്ങനെ വലിയ കാറിൽ പോണെന്ന് പറയും. അത് വിവരമില്ലാത്തവര് പറയുന്നതാ. മടയന്മാര്, മണ്ടന്മാര്, അസൂയക്കാര്. പി ഉസ്താദിന്റെ സ്വന്തം ഒരു ഇഷ്ടത്തിനോ സ്വന്തം ഒരു ആവശ്യത്തിനോ ഇന്നേ വരെ എന്ത് ചെയ്യാറില്ല, ഒരു വലിയ കാറിലും പോയിട്ടില്ല. അത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മുസ്ലിം സമൂഹത്തിനും വേണ്ടി നയിക്കുന്ന ആ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും ആവശ്യമായതും ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊക്കെ ഒരു പണക്കാരന്റെ വീട്ടിലേക്ക് പോകുന്നത് പോലെ ഉസ്താദ് പോകുമ്പോ ലക്ഷ്യമുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത്ര സംഖ്യ മേടിക്കണം, എന്നിട്ടത് പാവങ്ങൾക്ക് മേടിച്ചു കൊടുക്കണം, എത്തേണ്ടോടത്തേക്ക് എത്തേണ്ടുന്ന സമയത്ത് എത്താനും എത്തിക്കേണ്ടോടത്തേക്ക് എത്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. അത് അനിവാര്യമാണ്. മറിച്ച് ചില വ്യാഖ്യാനങ്ങൾ പറയാറുന്ന ആ വ്യാഖ്യാനത്തെ കുറിച്ചാണ് ഞാൻ മുന്നേ പറഞ്ഞത്. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ എന്നാല് ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്ക, വയറ് നിറയെ തിന്ന് തടി വണ്ണം വെപ്പിക്കാന് മുതലാളിമാർക്കുള്ള തെളിവായി ഈ പ്രമാണം ഓതിക്കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ദുന്യാവിന്റെ സൃഷ്ടിപ്പിന് കാരണക്കാരനാരാ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോ ദുന്യാവ് എത്രയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലാണ്. ദുന്യാവ്
പടക്കാൻ കാരണക്കാരനായ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലാണ് ദുന്യാവ് എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. അല്ലേ? ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിമത്തത്തിലാണ് ദുന്യാവ് എന്ന് പറയുന്നത്. ആടും കോഴിയും കാടയും കോഴിമുട്ടിയും ഇതൊക്കെയാണോ ദുന്യാവ് എന്ന് പറയുന്നത്? ഇതെല്ലാം തന്റെ അടിമത്തത്തിലായത് മറ്റുള്ളവർ കാണട്ടെ എന്ന് പറഞ്ഞ് നിത്യവും അവ തിന്നാൻ വീട്ടിൽ അടക്കള വലുതാക്കുകയായിരുന്നില്ല ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ദുന്യാവ് തന്നെ പടക്കാൻ കാരണഭൂതരായ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദുന്യാവിൽ എനിക്കൊക്കെ അടിമപ്പെട്ടതാണെന്ന് കരുതി ദുന്യാവിലെ മുഴുവൻ സൗകര്യങ്ങളും സുഖങ്ങളും മറ്റുള്ളവർ കാണട്ടെ എന്ന് കരുതിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ലാന്ന്. എന്താ ഉപയോഗപ്പെടുത്തിക്കൂടായിരുന്നില്ലേ? നിബിതങ്ങൾക്ക് എന്തിനാ പട്ടിണി കിടന്നത്? നിബിതങ്ങൾ വിളിച്ച കോഴി വരൂലേ? നിബിതങ്ങൾ വിളിച്ച ആട് വരൂലേ? നിബിതങ്ങൾ വിളിച്ച ഒട്ടകം വരൂലേ? കിടന്നു കൊടുക്കൂലേ? നിബിതങ്ങൾക്ക് എന്തിന്റെ കുറവ് ഉണ്ടായിരുന്നത്? പിന്നെ ഈ ദുന്യാവിനെ പടക്കാൻ കാരണഭൂതരായ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും അള്ളാഹു താല ഉത്തരം കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിന് പട്ടിണി കിടന്നു? അതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. പണക്കാർ അവിടെയാണ് ചിന്തിക്കേണ്ടത്. പാവങ്ങളുടെ മേലിലേക്ക് ഒരു കണ്ണ് ഉണ്ടാവണം. ആ പാവങ്ങളെ ചിന്തിച്ചിട്ട് അവരുടെ പിന്നിൽ നിൽക്കുകയായിരുന്നു ആര്? ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. അപ്പൊ മാർബിളും കടപ്പയും അതുപോലെ തന്നെ കസ്റ്റഡിയിൽ വന്നത് ആളുകളെ കാണിക്കാൻ പുരയിടം മാർബിൾ വൽക്കരിക്കുന്ന ആ പതിവ് ആർക്കുണ്ടായിരുന്നില്ല? ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. മാർബിളും കടപ്പും ഇതൊക്കെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവറയിലുണ്ടായില്ലേ? അതൊക്കെ നബി തങ്ങളുടെ അധികാരത്തിലായിരുന്നു, സ്വാതന്ത്ര്യത്തിലായിരുന്നു, എന്തും കിട്ടുമായിരുന്നു. പക്ഷെ ഇതോടൊന്നും വീടെന്ത് ചെയ്തിട്ടില്ല, നബി തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? വീട് അലങ്കരിച്ചിട്ടില്ല. മാർബിൾ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ അതുപോലെയുള്ള സംഗതികൾ കൊണ്ടൊന്നും നബിതങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? വീട് അലങ്കരിച്ചിട്ടില്ല. എന്തേ കാരണം? ഇല്ലാത്തത് കൊണ്ടാണോ? കിട്ടാത്തത് കൊണ്ടാണോ? അത് ചെയ്തെടുക്കാൻ പറ്റിയ ആളുകളോ സ്വഹാബത്തോ നബിതങ്ങൾക്ക് കൂട്ടുകാരോ ഇല്ലാത്തത് കൊണ്ടാണോ? അന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ല. നബിതങ്ങൾക്ക് നമ്മൾക്ക് മാതൃകയാണ്. വരും തലമുറക്ക് നബിതങ്ങളുടെ ഉമ്മത്തിന് മാതൃകയായിട്ടാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താ പറഞ്ഞത്? ഈത്തപ്പന നാരുകള് നിറച്ച തോലിലായിരുന്നു ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നിരുന്നത്. ഈത്തപ്പനയുടെ നാര്. അപ്പൊ ഈത്തപ്പനയുടെ നാര് നിറച്ച ഈ വിരിപ്പിൽ കടന്ന ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താ അന്ന് പഞ്ഞിയില്ലാത്തതുകൊണ്ടാ? അല്ല. എന്നാ ഇതിനേക്കാൾ സോഫ്റ്റായ നല്ല സുഖത്തിൽ കിടക്കാൻ പറ്റിയ മറ്റ് വൃക്ഷങ്ങളുടെ കാര്യം ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാ? അല്ല. എന്തിന്? ഇന്ന് നമ്മെ പോലെ പാവപ്പെട്ട വലിയ വലിയ ബെഡിലൊന്നും കിടക്കാൻ കഴിയാത്ത എമ്മത് വരാനുണ്ട് എന്നുള്ള ബോധമാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ പരിശുദ്ധമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ പാട് വീഴുന്ന രൂപത്തിൽ കിടന്നുറങ്ങാൻ പാകമാക്കിയത്. കണ്ടോ? കാന ഫിറാഷു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ അദമിൻ അഷ്വുഹു ലീഫുൻ എന്നാ പറഞ്ഞത്. അപ്പോ അള്ളാഹു നൽകിയ നിഅമത്ത് കാണപ്പെടാൻ രാജധാനി കട്ടിലോ 5000 സോഫയോ വേണം എന്നില്ലാന്ന്. മനസ്സിലായില്ലേ? കിട്ടിയ അനുഗ്രഹം അനുഭവിക്കാൻ പരന്ന തോതിൽ മറ്റുള്ളവർക്ക് വെച്ച് നീട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രമിക്കേണ്ടത്. അപ്പോ നിഅമത്ത് കാണപ്പെടുകയായി. അപ്പൊ അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്ത് നമ്മൾ ഉപയോഗിക്കുന്നതോടുകൂടി മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും? അത് നോക്കിക്കാണും. അല്ലാതെ പണക്കാരന് പണം കൊടുത്തിട്ട് അള്ളാഹു നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് ഓന്റെ രാജകൊട്ടാരം ഇങ്ങനെ നോക്കിക്കാണാൻ വേണ്ടി കൊടുത്തതല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആരും. ആ രാജകൊട്ടാരത്തിലേക്കോ നിന്റെ വമ്പം കെട്ടിടത്തിലേക്കോ അള്ളാഹു താല നോക്കുന്നില്ല. അള്ളാഹു നോക്കുന്നത് അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ട് നിനക്ക് തന്ന പണം നീ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ് അള്ളാഹു നോക്കുന്നത്. നീ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തോ? അള്ളാഹു അത് കാണും.
എത്തിയും കുട്ടികൾക്ക് കൊടുത്തോ അള്ളാഹു കാണും, പള്ളി ഉണ്ടാക്കാൻ കൊടുത്തോ അള്ളാഹു കാണും, മദ്രസ ഉണ്ടാക്കാൻ കൊടുത്തോ അള്ളാഹു കാണും. മറിച്ച് അള്ളാഹു തന്നത് പണക്കാരൊക്കെ പണമുള്ള രൂപത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ ഗേറ്റും വീടും വെച്ച് അങ്ങനെ വ്യാഖ്യാനിച്ചാലോ അത് അള്ളാഹു കാണൂല. അതാണ് ഇവിടെ പറഞ്ഞതിന്റെ ആകെത്തുക. അൽഹംദുലില്ലാ. കല്ലാച്ചി ഉസ്താദ് കൈ പൊക്കിയ സമയത്ത് ഞാൻ കണ്ടു. ഞാൻ പൂർത്തിയാക്കാൻ വിചാരിച്ചു, കുറച്ച് ഭാഗം കൊണ്ട് പൂർത്തിയാക്കാന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാ ഉസ്താദ്മാര് വന്നോളിട്ടോ. ഞാന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, തെറ്റിദ്ധരിക്കരുത്, ഞാന് മൈക്ക് ഫ്രീ ആക്കണ്ട എന്ന് കരുതിയിട്ടാണ്. ലൈവായി കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ഇടക്ക് കൂട്ടുകാര് ചിലവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും. എന്നാലും എന്ത് ചെയ്യും, ചില ആളുകൾ ഉണ്ടാവും നല്ല റാഹത്തില് എന്തെങ്കിലുമൊക്കെ കേൾക്കണം എന്നുള്ള. റെക്കോർഡാവുമ്പോ ഇപ്പൊ എത്ര വലിയ പ്രഭാഷണമാണെങ്കിലും റെക്കോർഡല്ലേ, അത് പിന്നെ കേൾക്കാം എന്നുള്ള ചിന്ത വരും. ഇവിടെ ഒരു ഉദാഹരണം പറയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. കഴിഞ്ഞു പോയതോ വരാൻ പോകുന്നതോ ആയ കാര്യങ്ങളിലേക്ക് ആരും ചിന്തിക്കുന്നില്ല. കാരണം എന്താ, ഇപ്പൊ പറയുന്നത് നേരിട്ട് കേൾക്കാണ്. ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്യുന്നുണ്ട്. ഈ തെറ്റിന്റെ പ്രതിഫലം കിട്ടുന്നത് എപ്പോഴാ? ഈ തെറ്റിന് അള്ളാഹു ശിക്ഷ നൽകുന്നത് എപ്പോഴാ? അത് ഖിയാമത്ത് നാളിലാണ്. അതിന്റെ മുമ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ പേടിയില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോ ചെയ്യുന്നത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇതൊക്കെ പ്രതിഫലം കിട്ടുന്ന എപ്പോഴാ? ആഖിറത്തിലാണ്. ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ആ അമലില് ഉത്സാഹം കാണുന്നില്ല. അപ്പോ അള്ളാഹു ആഖിറത്തേക്കാണ് ഇത് തരുന്നത് എന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വിമ്മിഷ്ടം കാണിക്കാൻ പാടില്ല. അതിനാണ് നമ്മളെ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വഴക്കിയെടുക്കുന്നത്. ആരോഗ്യമുള്ള സമയത്ത് അമൽ ചെയ്യുക, ബുദ്ധിയുള്ള സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക, ഓടിച്ചാടി നടക്കുന്ന സമയത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, ആരോഗ്യമുള്ള സമയത്ത് നോമ്പ് പിടിക്കുക. അപ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് അനാരോഗ്യം വരുന്ന സമയത്ത്, സമ്പത്ത് നഷ്ടപ്പെടുന്ന സമയത്ത് അള്ളാഹു താലയിൽ നിന്നുള്ള തിരുനോട്ടവും കൃപയും ഉണ്ടാവുക. അല്ലാതെ ഇപ്പൊ നമുക്ക് ആരോഗ്യമുണ്ട്, ഞരമ്പിന്റെ ആ രക്തത്തിലൂടെ ഓടുന്ന രക്തത്തിന്റെ പവർ കൊണ്ട്, ശക്തി കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചാൽ ഒരു പക്ഷെ നമ്മെ തളച്ചിടാൻ അള്ളാഹു താല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ പിന്നെ കേൾച്ചിട്ട് കാര്യം ഉണ്ടാവുമോ? ഇല്ല. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എന്റെ കൂട്ടുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒറ്റ വിഷയം ഞാൻ പറയട്ടെ. എന്റെ കൂട്ടുകാർ ഒന്നുകിലോ മക്കളുള്ളവരായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തായാലും കുട്ടികളില്ലാത്ത ഐഡിയകൾ ഇപ്പൊ ആരും ഉണ്ടാവില്ല. കല്യാണം കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ജ്യേഷ്ഠന്മാർക്ക് കുട്ടികളുണ്ടാവും, അല്ലെ? എന്തായാലും കുട്ടികൾ എല്ലാ വീട്ടിലുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ, അല്ലെ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം, തന്റെ കുട്ടികൾക്ക്, മക്കൾക്ക്, അറിയപ്പെടുന്ന കുട്ടികൾക്ക്, കുടുംബത്തിൽ അയൽവാസിയുള്ള കുട്ടികൾക്ക് ഒരു 12 വയസ്സാവുന്നതിന്റെ ഉള്ളില് നല്ല ദീനി വിജ്ഞാനം കൊടുക്കണം. 15 വയസ്സിന്റെ ഉള്ളില് ദീനി വിജ്ഞാനം നിർബന്ധമായിട്ട് കൊടുക്കണം. അത് ഉസ്താദുമാരോട് പറയണം, ഉസ്താദ് എന്റെ കുട്ടി സ്കൂളിൽ പോയിട്ട് ചിലപ്പോ മദ്രസയ്ക്ക് വരാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. എന്റെ കുട്ടിയെ 1 മണിക്കൂർ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇഷാ മഗ്‌രിബിന്റെ ഇടയിലോ ഇഷായിന് ശേഷമോ അതിനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. എന്റെ കുട്ടിക്ക് തസവ്വുഫിന്റെ വിഷയങ്ങള്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികള്, മാർഗങ്ങള്, അതിന്റെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ, സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഉസ്താദ് എന്ന് ആത്മാർത്ഥമായി തന്റെ മഹല്ലിലെ ഉസ്താദുമാരോട് പറയാൻ നമ്മൾ തന്റോടം കാണിക്കണം. എന്നാൽ നമ്മുടെ മക്കൾ വഴിതെറ്റി പോവില്ല. 12-15 വയസ്സിന്റെ ഉള്ളിൽ കൊടുക്കുന്ന വിജ്ഞാനം ഒരിക്കലും ആ കുട്ടി മരണം വരെ മറന്നു പോവില്ല. ചിന്തിച്ചോ, ആ സമയം കഴിഞ്ഞിട്ട് കൊടുത്താൽ കുട്ടികൾ കുട്ടികളുടെ രൂപത്തിലേക്കാ പോവുക. പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചിട്ട് അവർ നമ്മെ ചോദ്യം ചെയ്യും. എത്ര കരളിന്റെ കഷ്ണങ്ങളായ മക്കളാണെങ്കിലും നമ്മുടെ നെഞ്ചത്ത് ചെവിട്ടാൻ അവർ അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾ വഴിതെറ്റി പോവാൻ പാടില്ല. മദ്രസയിൽ 5-ാം ക്ലാസ്സോ 6-ാം ക്ലാസ്സോ 7-ാം ക്ലാസ്സോ മദ്രസ കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്നത് കൊണ്ട് മദ്രസയിലേക്ക് രാവിലെ പോവാൻ സമയം കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരത്ത് 1 മണിക്കൂറെങ്കിലും തന്റെ മഹല്ലിലെ ഉസ്താദിനെ വിളിച്ചിട്ട് എന്റെ കുട്ടീനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്, ഉസ്താദെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, 6-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത്, 6-ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദിന്റെ നാക്കുകൊണ്ട് പറഞ്ഞ അദ്ഖിയായിലെ കുറച്ചു വരികള് സുബ്ഹാനല്ലാഹ് ഇന്നും മനസ്സിന്ന് മായാതെ കിടക്കുന്നുണ്ട്.
ഒരിക്കലും ഒരു കുട്ടി വഴിതെറ്റി പോവില്ല, ഉറപ്പാണ്. അത്രയും ഉപദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ മക്കളെ മഹല്ലിലെ ഉസ്താദിന് അതിന് കഴിവില്ലെങ്കിൽ, കഴിവുള്ള ഉസ്താദുമാരെ കൊണ്ട് നമ്മുടെ മക്കളെ ആത്മീയഗതയിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ദുന്യാവ് ഫസാദാണ്, ദുന്യാവ് വളരെ മോശമാണ്. നമ്മൾ എത്ര നന്നായിട്ടും കാര്യമില്ല, മക്കളെ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ആ വിഷയം എന്റെ കൂട്ടുകാർ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വർത്താനങ്ങളാ. ഇത് നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണ്. അതിന്റെ നിലയിൽ നമ്മൾ സ്വകാര്യമായിട്ട് പങ്കുവെക്കേണ്ടത് പരസ്യമായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് അത് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളായ മക്കളാക്കി ദുന്യാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളായി അള്ളാഹു തആല വളർത്തുമാറാവട്ടെ. മക്കൾ പഴിച്ചാലുള്ള വിഷമം എത്രയെന്നറിയോ? വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും സമയം കാണുക. ഫോൺ ചെയ്യുന്ന സമയത്ത് ഉസ്താദ്മാരെ വിളിച്ച് ചോദിച്ച് അതിനൊരു സമയം നിങ്ങൾ കാണണം. മക്കളെ ഫ്രീ ആക്കി വിടരുത്. മൊബൈലും ലാപ്ടോപ്പും കൊടുത്തിട്ട് നിങ്ങൾ മക്കളെ ഫ്രീ ആക്കി വിടരുത്. അത് നാളെ അത് ദോഷം ചെയ്യും. ഉസ്താദ്മാരാരും വരുന്നില്ലേ? കൊറേ പറയുമ്പോ ചിലപ്പോ ഈ പറയണവർക്ക് ചിലപ്പോ ഇനി റെക്കോർഡ് വെക്കാന്ന് പറയും. ഇന്നഞ്ഞ് ഉസ്താദ് റെക്കോർഡ് വെക്കുക നല്ലതെന്ന് പറയും. അവിടേക്ക് എത്തിക്കുവോ എല്ലാരും കൂടിയിട്ട്? ഇടയ്ക്കൊരു അരമണിക്കൂറും ഒക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇല്ലാതാക്കരുത്. നമ്മളെ റംഷാദ് മോനൊക്കെ വന്നിട്ടുണ്ട് അല്ലെ? അൽഹംദുലില്ലാ വളരെ റാഹത്തുണ്ട്. ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കണവരൊക്കെ ഒന്ന് കയ്യോക്കി കാണി. ശബ്ദം കേൾക്കണവരൊക്കെ ഒന്ന് കയ്യോക്കി കാണി. ഞാൻ ഒന്നും പറയാനല്ല കേട്ടോ, ഒന്ന് പറയാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനൊന്നും അല്ല. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വെറുതെ ഒന്ന് ഇത് മുന്നില് ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. ഉസ്താദ്മാർക്ക് വരണമെങ്കിൽ ഇത്ര ആളുകൾ നമ്മളെ റൂമിലുണ്ടെന്ന് അറിയിച്ചു കൊടുക്കണം. അതിന് വേണ്ടിട്ട് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് പൊങ്ങട്ടെ ഉണ്ട്. ഇപ്പൊ എന്റെ കണ്ണെത്താതെ ദൂരത്തുനിന്നൊക്കെ പോയിക്കണ്. ഇനി നോക്കണമെങ്കിൽ എന്റെ ഒരു കൈയും കൂടി ഉപയോഗപ്പെടുത്തണം. മാഷാ അല്ലാഹ്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് 124 ID ഉണ്ട്. 124 IDയിൽ എന്റെ കണ്ണിന്റെ മുന്നിലുള്ളവരെല്ലാരും കൈ നോക്കിയിട്ടുണ്ട്. അപ്പൊ താഴത്തേക്കും അതേപോലെ തന്നെ ആവുമെന്ന് വിചാരിക്കല്ലേ? മാഷാ അല്ലാഹ്. ഓക്കെ മാഷാ അല്ലാഹ്. നന്ദി കയ്യാത്തിക്കോളി. അൽഹംദുലില്ലാ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഒരു 3 സ്വലാത്തല്ല നമുക്ക്? കുറെ നേരമായില്ലേ സ്വലാത്ത് ചൊല്ലിയിട്ട്? സ്വലാത്ത് നിങ്ങൾ ചൊല്ലുണ്ടോന്ന് അറിയില്ല. ഞാൻ ഇടക്കൊക്കെ പറയുന്നുണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ സ്വലാത്തിലുണ്ടോ എന്ന് എനിക്ക് അറിയണില്ല. കുറച്ച് സ്വലാത്തല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബി വഅലാ ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബി സല്ലൂ എന്താ റബ്ബേ إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. لا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. لبيك اللهم لبيك. اللهم صل على سيدنا محمد عبدك ورسولك وصل على المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد النبي الأمي الحبيب العادل القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العادل القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العادل القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الحمد لله. അപ്പൊ കുറച്ച് സ്വലാത്തല്ലേ? ഇനി ഉസ്താദ്മാര് വരുന്നുണ്ടോ? ഇനി ഉസ്താദ്മാര് വരുന്നില്ലെങ്കിൽ ഞാൻ ഇനിയും മുന്നോട്ട് പോവാൻ ഉദ്ദേശിക്കുകയാണ്. ഉസ്താദ്മാര് വരുന്നത് വരെ പറയും. വ്യാഴാഴ്ചയാണ്. ഓക്കെ അല്ലേ? ആർക്കും ദേഷ്യമൊന്നും ഉണ്ടാവില്ല വിചാരിക്കല്ലേ? ഇതെന്താ വെറും അഊദു ബില്ലാഹി ശൈത്വാനിർ റജീം അടിക്കണത്? ഷെയ്ത്താൻ വന്നിക്കണ? ചിലര് ജിന്നുകൾക്ക് ഷെയ്ത്താന്മാരെ കാണാൻ കഴിയും. ജിന്നുകൾക്ക് ഷെയ്ത്താന്മാരെ കാണാൻ കഴിയും. അപ്പൊ ഞമ്മക്ക് കാണാൻ കഴിയൂല.
അപ്പൊ കാണുന്നവര് ചിലപ്പം എന്ത് ചെയ്യും, ആവുന്നില്ല ഷെയ്ത്താനെ വെച്ചെന്നൊക്കെ ചൊല്ലും, ഓടിക്കും. ഇനി അതോ ഷെയ്ത്താനെ ഓടിക്കണം എന്തല്ലാവായാലും. ഇനി നോക്ക് നിങ്ങൾ കേട്ടോ, ഒരു ഒരു ഒറ്റ ബൈത്ത് നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ അൻ നഫ്സിഹി ഫഅറാ അയ്യമാ ശമമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. റഹീം റഹീം നടുഗനി മൈക്കിനാണോ അതോ നേരത്തെ കൈ പൊക്കിയിട്ട് പിന്നെ താത്ത മറന്നാണ് അറിയില്ല. റഹീം നടുകുണി. പറഞ്ഞോ, ഒരു മിനിറ്റ്. പോയാ മൈക്ക് പോയാ? ഓക്കെ 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 ഓക്കെ. ഞാൻ എന്റെ മേലുള്ള PM ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. അത് റീപ്ലൈ തരാതെ ഒഴിവാക്കി. ഓക്കെ ഓക്കെ. ഇവിടെ ബുസ് അടിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സലാം അടക്കിയിട്ടുണ്ട്. അല്ലാഹു തആല ഖൈറിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പൊക്കം കൂടിയ മലകള് അവിടത്തെ ശരീരത്തിനായി കനകരൂപേണ ശൃംഗരിച്ചു നോക്കി. അപ്പോൾ അവിടുന്ന് അവറ്റക്ക് കാട്ടിക്കൊടുത്തത് എന്തൊരു തരം നിസാരാവസ്ഥയാണ്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത പ്രയാസത്തില് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് അവിടുന്ന് ചോദിച്ചു, മുഖറബായ മലക്ക് ജിബ്രീൽ, അല്ലയോ നബിയെ, ഞാൻ ഈ മലകൾ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പൊന്നാക്കാൻ പറയട്ടെ, അവിടുന്ന് അനുവദിക്കുമോ? എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്നത് നബിയെ? നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, ഈ മലകൾ പൊന്നാക്കി തരാം, നിങ്ങൾക്ക് സമ്മതമാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആരാ ചോദിക്കുന്നത്? മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. യുവകോമളനെ ശൃംഗരിച്ച് വശത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ മദാലസയോട് ഉപമിച്ചിരിക്കുകയാണ് ഇവിടെ എന്തിനെ? മലകളെ. നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞ് നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നിൽക്കുന്ന നല്ല മൊഞ്ചുള്ള പെൺകുട്ടിയെ പോലെയാണ് മലയെ കണക്കാക്കുന്നത്. ആ മല നല്ല ഭംഗിയോടുകൂടി ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി ചിരിക്കുകയാണ്. എന്റെ അടുത്ത് പണമുണ്ട്, ഞാൻ തരാം, എന്നിലേക്ക് അടുക്കുന്നോ? പക്ഷേ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാം സഹിക്കാൻ തയ്യാറുള്ള ആ മഹാപുരുഷൻ, നമുക്ക് എല്ലാ നിലയിലും നേതൃത്വം നൽകുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടോ? തട്ടിപ്പ് തിരിച്ചറിയില്ലേ? തട്ടിപ്പുകാരിയെ തിരിച്ചറിയുന്ന യുവാവ് പൂർണ്ണമായിക്കൊണ്ട് അതിനെ എന്ത് ചെയ്യാണ്? നിരുത്സാഹപ്പെടുത്തുകയാണ്, തള്ളിക്കളയുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീഴ്ത്താൻ സ്വർണത്തിന്റെ കുന്നുകൾക്കാവുകയില്ല. ആ സ്വർണമല എത്ര മൊഞ്ചണിഞ്ഞിട്ടും കാര്യമില്ല. അവിടെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൊന്നിന്റെ ആവശ്യമില്ലാഞ്ഞിട്ടാണോ? അല്ല. പട്ടിണി തീർന്നതിന്റെ പേരിലാണോ? അല്ല. പിന്നെയോ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മുടെ ഉമ്മത്ത്
എന്റെ ഉമ്മത്തിങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് എനിക്ക് വേണ്ട, എനിക്ക് സമ്പത്ത് വേണ്ട, ഞാൻ സമ്പത്ത് കൊണ്ട് ജീവിച്ചാൽ എന്റെ ഉമ്മത്തിങ്ങൾ വരും കാലത്ത് അവര് വിഷമിക്കും, ഇതേപോലെ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പട്ടിണിയിൽ ജീവിക്കുകയാണ്. അത് കണ്ടിട്ട് എന്റെ ഉമ്മത്തിങ്ങൾ എന്ത് ചെയ്യണം? അവര് സമാധാനിക്കണം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ജീവിച്ചത് പട്ടിണിയാണ്, അതുകൊണ്ട് ഞങ്ങളും പട്ടിണി കിടക്കുന്നു. പട്ടിണിയുള്ള സമയത്ത് അവർക്ക് ആത്മഹത്യ ചെയ്യാനോ നാട് വിട്ടു ഓടാനോ ഭാര്യനെയും പെണ്ണിനെയും കൊല്ലാനോ ഒന്നും തോന്നാൻ പാടില്ല. കാരണം എന്താ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പട്ടിണി കടന്നിട്ടുണ്ട്. അതൊരു പാഠമാവണം എന്റെ ഉമ്മത്തിന്. അവർ ആത്മഹത്യയിലേക്ക് പോയിക്കൂടാ. ഈ പാഠം പഠിപ്പിക്കാനാണ് കുന്നിന്റെ സ്വർണ്ണ കുന്നുകളോട് പോലും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിന്റെ അതൊന്നും എനിക്ക് ആവശ്യമില്ല, നിന്റെ മൊഞ്ചൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇനി നോക്ക്, ഇനി അവിടുന്ന് അങ്ങനെ പോന്നാല് ദേഷ്യം വരുന്ന സമയത്ത് നമ്മള് അത് നടപ്പാക്കാൻ കഴിയുന്ന അതേ തന്റെ ഇടത്തോടുകൂടി അത് വിഴുങ്ങിക്കളയുക. നമുക്ക് വല്ല ദേഷ്യം വരുന്ന സമയത്ത് പ്രതികരിക്കാൻ നമുക്ക് കഴിവുണ്ട്, പ്രതികരിക്കാൻ കഴിവുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കാതെ ക്ഷമിക്കുക എന്ന പോലെയാണ് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഉണ്ടായിരിക്കെ തന്നെ ദുന്യാവിനെ എന്ത് ചെയ്യുക? അവഗണിക്കുക. അതാണ് മഹിമ, അതാണ് ബെറ്റർ. ആവശ്യമുണ്ട്, പക്ഷെ അതിന് എനിക്കുള്ള കഴിവുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ദുന്യാവിനെ അവഗണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആഡംബരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. വീടും ഭാര്യയും കുട്ടികളുമില്ലാത്ത ഒരാള് ദുന്യാവിനെ അവഗണിക്കുന്നതെങ്കിൽ ആ അവഗണനയ്ക്ക് പ്രസക്തിയുണ്ടോ? പ്രസക്തിയുണ്ട്, പക്ഷെ എന്തില്ല? പ്രാധാന്യമില്ല. ഒരാൾക്ക് ഭാര്യയില്ല, കുട്ടികളുമില്ല, ഒന്നുമില്ല, അയാൾ ദുന്യാവിനെ അവഗണിക്കാണ്. എന്നാൽ അയാൾക്ക് പ്രസക്തിയുണ്ട്, പക്ഷെ എന്തില്ല? പ്രാധാന്യമില്ല. എന്നാൽ ഭാര്യമാരും കുട്ടികളുമുള്ള ഒരാൾക്ക് തീർത്താൽ തീരാത്ത ചെലവുകൾ ഉണ്ടായിരിക്കെ ആ കനകമല വേണ്ടെന്ന് വെക്കാൻ മഹിമയുറ്റ കാര്യം തന്നെയല്ലേ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 9 ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ഒക്കെയുണ്ട്. ദാരിദ്ര്യമാണ്, വിഷമമാണ്. ഇതൊക്കെ ഉണ്ടായിരിക്കെ ദുന്യാവിനെ ഉപേക്ഷിക്കുക, ദുന്യാവിനെ അവഗണിക്കുക, സ്വർണമലയെ അവഗണിക്കുക എന്നുള്ളതാണ് എന്ത്? വല്ലാത്ത മഹിമയേറ്റ കാര്യല്ലേ അത്, അല്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഭർത്തൃ വീട്ടിൽ നിന്ന് വന്ന് പിതാവിനോട് പറയുന്നുണ്ട്, നബിയേ, വീട്ടുവേലക്ക് സഹായമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് വല്ലാത്ത വിഷമം തന്നെയാണ്. നിങ്ങളുടെ മകളുടെ കൈ പൊട്ടിയിട്ടുണ്ട്, ഊരവേദനയുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല നബിയെ, എനിക്കൊരടിമയെ തരുമോ? സ്വന്തം മോള് സ്വന്തം പിതാവിനോട് വന്ന് ചോദിക്കുമ്പോ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടാണോ? തന്റെ മോളുടെ ബുദ്ധിമുട്ട് അറിയാത്തത് കൊണ്ടാണോ? തന്റെ മോളുടെ കൈ പൊട്ടുന്നുണ്ട്, ഊരവേദന ഉണ്ട്, ഇതൊന്നും അറിയാത്തത് കൊണ്ടാണോ? അല്ല. ഈ വക സങ്കീർണതകൾക്ക് ഒന്നേ കഴിയുകയുള്ളൂ. എന്താണത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുന്യാവിനോടുള്ള ആ വെറുപ്പ്, അതിന്റെ പരപ്പ് കൂട്ടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. അല്ലാതെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അടിമയെ കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. മോളെ, ഇത് ദുന്യാവാണ്. ഇവിടെ നമ്മൾ ദുന്യാവിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടത്, ദുന്യാവിൽ വല്ലാതെ സുഖിക്കാൻ പാടില്ല എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വന്തം മോളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഇന്നത്തെ നമ്മുടെ ജീവിതം അങ്ങനെയാണോ? ഇന്നത്തെ നമ്മുടെ പണക്കാരുടെ ജീവിതം അങ്ങനെയാണോ? ഇന്ന് സമ്പന്നമുള്ളവർ എന്ത് ചെയ്യും? അതനുസരിച്ച് അടിമകളെ 2ഉം 3ഉം വേലക്കാരികളെ വെക്കുന്നു, അല്ലെ? പുറത്ത് വേലക്കാരി, അകത്ത് വേലക്കാരി, പാത്രം കഴുകാൻ ഒരാള്, ഭക്ഷണം ഉണ്ടാക്കാൻ ഒരാള്, പുറത്തടിച്ചു വാരാൻ ഒരാള്, അല്ലെ? എത്ര
എന്നാൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതിന് കഴിയാത്തത് കൊണ്ടാണോ? അല്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? അത് നമ്മെ പഠിപ്പിക്കാൻ. എന്റെ ഉമ്മത്തീങ്ങൾക്ക് അങ്ങനെ ഒരു അടിമകളെ വെക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സ്വന്തം മകളോട് പറഞ്ഞു, മോളെ ഇത് ദുന്യാവാണ്, നമ്മൾ കുറച്ച് സഹിക്കണം. അപ്പോ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹുവിൽ നിന്ന് കാവൽ ഉള്ളവരാണ്, നമ്മെ പോലെയല്ല. അള്ളാഹുവിനാൽ കാവൽ കിട്ടിയവരെ വശീകരിക്കാനും വഴിതെറ്റിക്കാനും ഒരിക്കലും ഈ പ്രാരാബ്ദങ്ങൾക്കാവൂല. അപ്പൊ കവിതയില് നമ്മൾ നേരത്തെ പാടിയിട്ടില്ല അല്ലെ? വഅഖദതു സുഹദഹു ഫിഹാ ലറൂറതുഹു ഇന്നൽ ലറൂറത ലാ തഅദു അലാ ഇസ്മി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. വഅഖദത്, ഈ പദം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നേരത്തെ തന്നെ ഭൗതിക സുഖത്തില് അല്ലെങ്കിൽ ഭൗതിക സുഖമുള്ള അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ച ഭൗതിക നീരസമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെ ആ ദുന്യാവിനോടുള്ള വിരക്തി മനസ്സിനെ ഒന്നുകൂടി ഫലപുഷ്ടിയാക്കാനാണ് ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ കാരണമായിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദുന്യാവിലെ എല്ലാ വിഷമങ്ങളും ഓരോ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്തും ദുന്യാവിനോടുള്ള അറപ്പും വെറുപ്പും കൂട്ടാനേ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവിടുന്ന് ദുന്യാവിന്ന് ഓടി ഒളിക്കാനോ അല്ലെങ്കിൽ സമ്പത്തിന്റെ പിന്നാലെ പോവാനോ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരുങ്ങിയിട്ടില്ല. KMIC കയറാൻ അനുവദിക്കണം. എന്റെ അടുത്തൊന്നുമില്ല, അഡ്മിൻ പവറൊന്നും എനിക്കില്ല. അപ്പോ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടുന്ന് ദുന്യാവിനോടുള്ള വെറുപ്പാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. അപ്പോ തഅക്കീദ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? മൂലം അവിടെ വേണം. ജീവിത പ്രയാസങ്ങള് അഥവാ ഭൗതിക നിരാസത്തിന് വളമേകിയതിന്റെ രൂപം ഇത്രത്തോളം എത്തി. അപ്പൊ ഭാര്യമാർക്ക് സുഖജീവിതം വേണമെങ്കിൽ വീട് വിട്ടു പോവാം, പുതിയ മേച്ചിൽ പുറം തേടാം എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുറന്നു പറഞ്ഞു. എന്റെ പെണ്ണുങ്ങളെ, നിങ്ങളെ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾക്ക് എന്റെ കൂടെ ഈ രൂപത്തിൽ ജീവിക്കാൻ പറ്റൂലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉചിതമായ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോവാം, ഞാൻ നിങ്ങൾക്ക് പരിപൂർണമായി സമ്മതം തരുന്നു. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആരോടാ പറയുന്നത്? സ്വന്തം ഭാര്യമാരോട്. നിങ്ങൾക്ക് എന്റെ രൂപത്തിൽ, എന്റെ ഈ രൂപത്തിൽ, എന്റെ പട്ടിണിയിൽ, എന്റെ വീട്ടിൽ, ഈ ബുദ്ധിമുട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേറെ ഒരു സ്ഥലത്തേക്ക്, വേറെ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ, ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാം, ഞാൻ നിങ്ങൾക്ക് തടസ്സമല്ല. ഇന്ന് നമ്മുടെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പറയും അല്ലേ? നമ്മുടെയൊക്കെ പെണ്ണുങ്ങൾ എന്ത് പറയും? ഇങ്ങോട്ട് പറയും, ഈ രൂപത്തിലൊന്നും ഞമ്മക്ക് പറ്റൂല. അപ്പുറത്തെ ഇവള് കണ്ടില്ലേ, ഫാത്തിമ കണ്ടില്ലേ, എത്ര ഉഷാറിലാ ജീവിക്കണത്, എന്നിട്ട് ഞാൻ ഈ പട്ടിണിയായിട്ട് നിങ്ങളെ കൂടെ നടക്ക്, എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്റെ പണി നോക്കി പോവാണെന്ന് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പറയും അല്ലേ? എന്നാൽ ഇവിടെ ഒരു പാഠം പഠിക്കേണ്ടതാ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾക്ക് സുഖജീവിതം വേണോ? എന്നെ കൂടാത്ത നല്ല ജീവിതം വേണോ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുറത്തു പോവാം. ഇവിടെ യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഉകുന്ന സറാഹൻ ജമീലാ. അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോട് നിങ്ങൾ പറഞ്ഞേക്കുക, എന്ത്? നിങ്ങൾ ഭൗതിക ജീവിതവും അതിന്റെ ഭംഗിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കടന്നു വരൂ,
ഞാൻ നിങ്ങൾക്ക് വിരഹാശ്ര സ്വാതന്ത്ര്യം തരാം, നല്ല മട്ടിൽ പിരിച്ചയക്കാം, എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് ഹബീബായ റസൂലേ നിങ്ങളുടെ ഭാര്യമാരോട് പറയൂ. ഇത് സൂറത്തുൽ ഖുർആനിൽ പറയുന്നതാ, സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞതാ. അള്ളാഹു തആല പറയാണ് എന്ത്, വല്ലാത്ത ഭൗതിക ജീവിതത്തിൽ സുഖിച്ച് ജീവിക്കണമെങ്കിലേ നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോയിക്കോളിയും, അതിനുള്ള എല്ലാ സാഹചര്യവും ഞാൻ ഒരുക്കി തരാൻ നബിത പറഞ്ഞു. അല്ലാഹു പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്ര പഠനാർഹമായ കാര്യങ്ങളാണ് നമുക്ക് നബിതങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും സ്വലാത്ത് ചൊല്ലുന്നവരല്ലേ, നമ്മൾ ഹബീബായ റസൂലിന്റെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതുന്നവരല്ലേ. ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ, നമ്മൾക്ക് പഠിക്കണ്ടേ, എന്നിട്ട് വേണ്ടേ ആ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ. അപ്പോഴല്ലേ നമ്മളെ സ്വീകരിക്കുക. ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോ അല്ലെ, എന്തൊരു വിഷയവും അറിയൽ നിർബന്ധമായ വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കുടുംബ ജീവിതത്തിൽ പോലും അള്ളാഹു തആലയുടെ കൽപ്പന, അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഭാര്യമാരെ വെറുപ്പിച്ചിട്ടോ പിടിച്ചു നിർത്തിയിട്ടോ ബലാത്കാരമായിട്ടോ പട്ടിണി കിടത്തിയിട്ടില്ല. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയണം, പൊറുക്കാൻ കഴിയണം, അള്ളാഹുവിന് വേണ്ടി പൊരുത്തപ്പെടാൻ കഴിയണം, ക്ഷമിക്കാൻ കഴിയണം എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ പലപ്പോഴും നമ്മളൊക്കെ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ പലപ്പോഴും ദുന്യാവിനെ അകറ്റണം എന്ന് മനസ്സുള്ളവരാണ്. എന്നാൽ ഭർത്താക്കന്മാർ അത് നിലനിർത്താൻ കഴിയാതെ എന്ത് ചെയ്യുന്നുണ്ട്, തോറ്റുപോവാറുണ്ട് ചില സമയത്തൊക്കെ അല്ലെ. നമ്മളൊക്കെ നമ്മളുടെ ഭാര്യമാരുടെ മുന്നിൽ പതിവ് ഭാര്യമാരുടെ നുള്ളിപ്പെറുക്കല്, അവരിങ്ങനെ നുള്ളിപ്പെറുക്കി ഇങ്ങനെ വിളമ്പുന്ന സമയത്ത് വീട്ടിൽ ഫ്രിഡ്ജില്ല, വാഷിംഗ് മെഷീൻ ഇല്ല, കുക്കറില്ല, ഗ്യാസ് കുറ്റിയില്ല, ഹീറ്റർ ഇല്ല, അടുത്ത വീട്ടിലോ അതൊക്കെ ഉണ്ട്, അതുകൊണ്ട് അനിയത്തിയെ കെട്ടിച്ചയച്ച വീട്ടിൽ അതുണ്ട്. ഇങ്ങനെ എണ്ണി പറയുന്ന ഭാര്യമാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഓരോരുത്തരും ദുന്യാവിന്റെ ഭംഗി ഇങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. നമുക്കൊന്നും താല്പര്യമില്ല, നമുക്കൊക്കെ അത്യാവശ്യം ജീവിക്കാനുള്ളത് മതി എന്നുള്ള താല്പര്യക്കാരാ. പക്ഷെ ഭാര്യമാരെന്ത് ചെയ്യുന്നില്ല, വിടുന്നില്ല. കാരണം അവരിങ്ങനെ എണ്ണി പറയാണ്, അപ്പുറത്ത് അതുണ്ട്, അനിയത്തിനെ കെട്ടിച്ചോടത്ത് ഇങ്ങനെ ഉണ്ട്, തന്റെ മകളെ കെട്ടിച്ചോടത്ത് അപ്പുറത്ത് ഇതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണി പറയാണ്. അപ്പൊ ഭർത്താവ് കുറെ വാങ്ങി കൂട്ടുമ്പോ അയാളിൽ എന്ത് വരും, അയാളിന്ന് സുഹൃദ് പറയുന്ന സാധനം പമ്പ കടക്കും, ദുന്യാവിനോടുള്ള വെറുപ്പ് പങ്ക് കടക്കും, ദുന്യാവിനോട് എന്ത് ചെയ്യും, സ്നേഹം വരും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരീക്ഷയിൽ നിന്ന് 100 മാർക്ക് വാങ്ങിയില്ലേ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരീക്ഷയിൽ നിന്നൊക്കെ 100 മാർക്ക് മേടിച്ചു. തന്റെ ഭാര്യമാർക്ക് കൊടുക്കേണ്ട എന്ന അവകാശമല്ലാതെ ഒന്നും വെച്ചു കൊടുത്തിട്ടില്ല. കണ്ടോ, അള്ളാഹു താല പറഞ്ഞു നബിയെ, അല്ലെ, അതല്ലേ പറഞ്ഞത്. അള്ളാഹു താല പറഞ്ഞു, നിങ്ങൾ നബിയെ പറഞ്ഞോളി, അവർക്ക് ഭൗതിക ജീവിതത്തിൽ ജീവിക്കണോ, അവർ പുറത്തു പോയിക്കോട്ടെ, സമ്മതം കൊടുത്തേക്ക് നബിയെ. കണ്ടോ, അവിടെ ആ ഭാര്യമാരവിടെ പിടിച്ചു നിന്നു. 2 ദിവസം മുന്നേ പറഞ്ഞു അവർ 2 മാസത്തോളം വെറും ഉണക്ക കാരക്കയും പച്ചവെള്ളവും അല്പം പാലും മാത്രം കുടിക്കാറുള്ളത്, തീ പുകയാറില്ല വീട്ടില്. ഇത് സഹിച്ചു നിന്നത് എന്തിനാ? അവിടെ നിബിതങ്ങൾ ശരിക്ക് ആ പരീക്ഷണം ഏറ്റുവാങ്ങി. നമ്മളെ പോലെ അല്ലല്ലോ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരീക്ഷയിൽ 100 മാർക്ക് വാങ്ങി എന്നുള്ള സത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഭാര്യമാര് വീടുകളിലെ ഇല്ലായ്മകൾ എണ്ണി പറഞ്ഞപ്പോ നെഞ്ചൂക്കോടെ എന്ത് ചെയ്തു, മേൽ വിളംബരം ഇറങ്ങിയത്. നെഞ്ചുകൂടെ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ പോയിക്കോളി, ഒരു പ്രശ്നമല്ല. വീട്ടിൽ ഒരു പെണ്ണും ബാക്കി നിൽക്കാതെ എല്ലാവരും ഇറങ്ങിപ്പോയാൽ തനിയൽ ജീവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വിഷമത്തിലും ആക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്റെ ഭാര്യമാരെല്ലാരും കൊണ്ട് ഇറങ്ങിപ്പോയാല് എനിക്കാര് ഭക്ഷണം ഉണ്ടാക്കിത്തരും, ആര് വസ്ത്രം ഉണ്ടാക്കിത്തരും, എന്റെ കുട്ടികൾ ആര് നോക്കും, ഞാൻ ഒറ്റപ്പെട്ടു പോവൂലേ എന്നുള്ള ഒരു ചിന്തയും ആർക്കുണ്ടായിട്ടില്ല, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നബി തങ്ങൾ അതിനെ പേടിച്ചിട്ടില്ല, ഭയപ്പെട്ടിട്ടില്ല. അവരൊക്കെ ഇറങ്ങിപ്പോയ ഞാൻ എന്താ ചെയ്യാന്ന് ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിച്ചിട്ടില്ല. 100 കൂട്ടം കെട്ടിത്തിരിച്ചിലുകൾക്കുള്ള ഒരു നേതാവിന് അവിടുന്ന് അരി വെച്ചു കൊടുക്കാൻ ആളില്ലാതെ വരുന്ന ഒരു രംഗം എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രവർത്തനത്തിന് നടത്താൻ നമ്മളെ പോലെയല്ല, സ്വഹാബത്തിന്റെ കൂടെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ, ഇസ്ലാമിനെ വളർത്താൻ, ഇൽമു പഠിപ്പിക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ, ഇതിനു വേണ്ടി അത് കുറെ കഴിയുമ്പോ പോയി. ഉസ്താദുമാരാരും വരാതിരുന്നാൽ കുറെ കഴിയുമ്പോ പോവും.
കുറെ ചൂടാവുമ്പോ ചിലപ്പോ ചൂടായിട്ട് താവണതാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്താൻ പോവാണ് കേട്ടോ. ഇനി വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി. ചിലവരുണ്ടാവും ഈ ചങ്ങാതി മൈക്ക് വെച്ചാലല്ലേ ഒന്ന് മൈക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഇത് ഇങ്ങോട്ട് ഒന്നായിട്ട് കരാറെടുത്ത പോലെ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണെന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മളെ പോകാണ്ട് വെച്ച് കഴിഞ്ഞാലും ഉഷാറാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഒരു വിഷയത്തിലും ഈ നബി തങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, ഈ ഭാര്യമാര് പോയാൽ ഒരു ബുദ്ധിമുട്ട് വരും, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനോ വസ്ത്രം കഴുകി തരാനോ ഒരാളുണ്ടാവില്ല എന്നുള്ള ഒരു ചിന്തയും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇനി ഈ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടില് ദിനങ്ങളോളം അഥവാ മാസങ്ങളോളം തീ കത്തിയിട്ടില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതം പറഞ്ഞു. ഇത് അനുഭവിച്ചറിഞ്ഞിട്ടും സഹിച്ചു നിൽക്കാൻ ഈ സ്ത്രീകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും, ഈ ഇത്രയും വിഷമങ്ങൾ സഹിച്ച് ഈ വീട്ടിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ സഹിച്ചു നിന്ന സ്ത്രീകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പ്രതിഫലം നൽകുന്നത് എങ്ങനെയാണ്? ഇരട്ടി പ്രതിഫലമാണ് നൽകുന്നത്. ഇരട്ടി പ്രതിഫലമാണ് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശമ്പളമായി പാരിതോഷികമായിട്ട് ഇരട്ടിയാണ് കൊടുക്കുന്നത്. കണ്ടോ? അപ്പോ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിഷമം സഹിച്ചിട്ട് നിന്ന പെണ്ണുങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ സഹിച്ചു നിൽക്കുന്ന നമ്മുടെ വീട്ടിലുള്ള നമ്മളെ പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. തന്റെ ഭർത്താവിന്റെ അടുത്തൊരു കുറവുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടില്ല, താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തിന്നാൻ തരാനില്ല, താൻ ഉദ്ദേശിക്കുന്ന സമയത്തിൽ കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാനില്ല, അല്ലെങ്കിൽ ആഡംബരമായ കാര്യങ്ങൾ താൻ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യാനില്ല എന്ന് എഴുതിയിട്ട് ഒരിക്കലും തന്റെ ഭർത്താവിനെ തള്ളിക്കളയരുത്. നിന്റെ ഭർത്താവിനെ തള്ളിക്കളയാൻ പാടില്ല. അത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അവരുടെ ഭാര്യമാര് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധിക്കരിച്ചിട്ടില്ല, തള്ളി പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ചിന്തിക്കണം. എന്റെ ഓരോ പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം, ഓരോ പെങ്ങന്മാരും ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ കീഴിൽ അടിയുറച്ച് നല്ല രൂപത്തിൽ നിന്നാൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പ്രതിഫലം തരും, ഇരട്ടി പ്രതിഫലം തരും. കണ്ടോ? وَمَنْ يَقْنُتْ مِنْكُنَّ لِلَّهِ وَرَسُولِهِ وَتَعْمَلْ صَالِحًا نُؤْتِهَا أَجْرَهَا مرتين وَأَعْتَدْنَا لَهَا رِزْقًا كَرِيمًا. പരിശുദ്ധ ഖുർആനിലാ പറയുന്നത്. പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചോളി. നിങ്ങളിൽ ആര് അള്ളാഹുവിനും റസൂലിനും വഴങ്ങി ഒതുങ്ങിക്കൂടുന്നുവോ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്നുവോ, അവർക്ക് ഞാൻ എന്തുണ്ട്, ശമ്പളം നൽകുന്നുണ്ട്. എത്ര വട്ടം? 2 വട്ടം. ആദരവറ്റ റിസ്ക് ഞാൻ അവർക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിരില്ലാത്ത നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതിഫലം, റിസ്ക്, ഭക്ഷണം, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് പെണ്ണുങ്ങളെ എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. ആരെ കുറിച്ച്? തന്റെ ഭർത്താവിനെ നല്ല നിലക്ക് നോക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്റെ വീട്ടിന്റെ ഉള്ളില് ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകൾക്കാണ് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നത്. ഇനിയോ ഭൗതിക ജീവിതത്തില് നമ്മൾ പെട്ടിട്ട് കണി കാണാനൊക്കാത്ത ഈ കൂരകളില്, അഥവാ ഭൗതിക ജീവിതത്തിന്റെ ആ മഹിമ, ഭൗതിക ജീവിതത്തിന്റെ ആഡംബരം, ഭൗതിക ജീവിതത്തിന്റെ സുഖം കണി കാണാൻ കഴിയാത്ത ഈ കൂരകളില്, ഈ വീടുകളില് പ്രവാചകർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം സഹിച്ചു നിൽക്കുന്ന ഈ ഉമ്മമാർക്ക് വീട്ടിൽ നല്ല വൃത്തി നിലനിർത്താൻ സാധിക്കും. കണ്ടോ? ആവശ്യങ്ങളുടെ പട്ടിക നിരത്തിലുണ്ടാവുമ്പോൾ അവ അങ്ങാടിയിൽ, അഥവാ വാങ്ങാനായിട്ട് ഇടക്കിടങ്ങനെ വീട് വിട്ടിട്ട് ഇറങ്ങുന്ന ആളുകളില്ലേ, അവർക്ക് എന്ത് ചെയ്യണം? അങ്ങാടിയിൽ ഇങ്ങനെ കറങ്ങണം, അങ്ങാടിയിൽ ഇങ്ങനെ ഇറങ്ങണം. ഷോപ്പിങ്ങിനുള്ള കറക്കങ്ങനെ നിത്യമാവും. ഇതിനിടയിൽ ഇവിടെ നമ്മുടെ സ്വന്തം വീട് വൃത്തിയാക്കി കൊണ്ടുപോവാൻ ഈ പെണ്ണിന് സമയം കിട്ടുന്നില്ല. 4 കറക്കം കറങ്ങിയിട്ട് പെണ്ണ് അങ്ങാടിക്കോടം കണ്ട് തെണ്ടി വരുമ്പോഴേക്കിന് ഈ പെണ്ണ് ശുദ്ധമായിട്ടാണോ മടങ്ങി വരുന്നത് എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ആവശ്യ പട്ടിക നമ്മൾ എന്ത് ചെയ്യുക? സ്വയം വിഴുങ്ങിക്കളഞ്ഞുകൊണ്ട് തൃപ്തിപ്പെട്ട് ദാരിദ്ര്യത്തിന്റെ കയ്പ് നീരി കുടിച്ച്
കരി പുരണ്ട 4 കെട്ടിനുള്ളിൽ ജീവിതം തളച്ച സ്ത്രീയോടാണ് അള്ളാഹുവിന്റെ വിളംബരമുണ്ടായത്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വതഹ്ഹിറകും തത്ഹീറാ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ പട്ടിണിയായി കടന്നിട്ട് 4 മൂലക്കുള്ളിൽ ഒതുങ്ങിയിട്ട് നബി തങ്ങളുടെ കൽപ്പനക്കനുസരിച്ച് അങ്ങാടിയിൽ ഒന്നും തെണ്ടാൻ പോവാതെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു മക്കളുടെ കൂടെ ഉമ്മക്ക് എന്തിഞ്ഞിരുന്നു? അവർക്ക് വീട് വൃത്തിയാക്കാൻ സമയം കിട്ടിയിരുന്നു, ഭർത്താവിനെ സ്വീകരിക്കാൻ സമയം കിട്ടിയിരുന്നു, ആ വീട്ടിലൊരു റാഹത്തും സന്തോഷവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആവശ്യങ്ങളുടെ പട്ടിക ഇങ്ങനെ എഴുതിയുണ്ടാക്കിയിട്ട് അത് വേടിക്കാൻ ഇത് വേടിക്കാൻ എന്ന് പറഞ്ഞിട്ട് ചുരിദാറും സാരിയും ഇട്ട് ബേഗും തോളിലിട്ടിട്ട് ആ വല്ലാത്ത ആഡംബരത്തിന്റെ ചീട്ടുമായിട്ട് അങ്ങാടിയിലേക്ക് കറങ്ങുന്ന പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ഈ പല പ്രാവശ്യം കറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ ശുദ്ധിയോടെയാണോ വീട്ടിലേക്ക് കയറി വരുന്നത് എന്ന് സംശയിക്കേണ്ട കാലമാണിന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ അറിഞ്ഞിട്ടോ അറിയാതെയോ നിങ്ങൾ ബേഗും തൂക്കി അങ്ങാടിയിലേക്ക് ഇന്ന സാധനം മേടിക്കാനാണെന്ന പേരിൽ അങ്ങാടി തെണ്ടാ നടക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ഭർത്താവിനോട് പറയുക, അവർ കൊടുന്നു തരും, അത് ഉപയോഗിക്കാം. അല്ലാതെ അത് മേടിക്കണം ഇത് മേടിക്കണം എന്ന് പറഞ്ഞ അങ്ങാടി കൂടെ തെണ്ടാ നടക്കരുത്. അപ്പോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സഹിച്ച് ക്ഷമിച്ച് ഭർത്താവിനെ ഓർത്ത് ഭർത്താവിനെ സ്നേഹിച്ച് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളില് നിങ്ങളുടെ വീടൊക്കെ വൃത്തിയാക്കി നല്ല റാഹത്തിൽ ജീവിക്കുന്ന, വിശപ്പിന്റെ കാഠിന്യം വരുമ്പോ അത് സഹിച്ച് ജീവിക്കുന്ന, പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഈ വീട്ടിൽ സഹവസിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇച്ഛിക്കുന്നത് വീട്ടുകാരെ നിങ്ങളെ മാലിന്യം വിട്ടൊഴിവാക്കാനും നിങ്ങളെ ഒന്ന് ശുദ്ധി ചെയ്യാനുമാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വഷളാവും, വേണ്ടാവൃത്തിയിലൊക്കെ പെടും. നിങ്ങൾക്ക് വേണ്ടാത്തൊക്കെ കിട്ടും, പറ്റാത്തൊക്കെ കിട്ടും. നമുക്കറിയാലോ ഇപ്പൊ അങ്ങാടിയിൽ ഇറങ്ങിയുള്ള അവസ്ഥ എന്താന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന്നൊക്കെ ശുദ്ധിയാക്കാനാണ് അല്ലാഹു തആല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വീട്ടിന്റെ ഉള്ളില് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളി, അതാണ് നിങ്ങൾക്ക് ഖൈറ്. അപ്പൊ നിങ്ങൾക്ക് ഇരട്ടി ശമ്പളം കിട്ടും പെണ്ണുങ്ങളെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ വിളിച്ച് പറയുന്നത്. കണ്ടോ? അപ്പൊ വീട്ടിൽ ഒതുങ്ങിക്കഴിയാൻ പറഞ്ഞതിന്റെ പിറകിൽ എന്തൊക്കെയോ താല്പര്യമുണ്ട് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ഉണ്ട്. അപ്പൊ അത് ചരിത്ര ശുദ്ധിയാണ്. ഇതൊക്കെ അല്ല, ചരിത്രം എന്ന് പറഞ്ഞത് ചാരിത്ര ശുദ്ധിയാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ പെണ്ണുങ്ങൾ വീട്ടിൽ ഒതുങ്ങിയിരുന്നാലാണ് എന്ത് ചെയ്യുക? അവരുടെ ചാരിത്രത്തിന് ശുദ്ധി ഉണ്ടാവുക. അല്ലാതെ അങ്ങാടി പോയാൽ ഉണ്ടാവൂല. ഉലകം ചുറ്റുന്ന പെണ്ണുങ്ങൾക്ക് പതിവൃതേ ആവാൻ കഴിയോ? ഇല്ല, പറ്റൂല. ലോകം മുഴുവനും ചുറ്റി നടക്കുന്ന പെണ്ണുങ്ങൾക്ക് അവളുടെ മാനം സംരക്ഷിക്കാൻ പാടില്ല. ആവശ്യ പട്ടിക വിഴങ്ങുന്ന പക്ഷം കറക്കം ഒഴിവാക്കിയിട്ട് ഭർത്താവിനും ഭാര്യക്കും കുടുംബത്തിനും ആകെയും സുഹൃത് നിലനിർത്താം. അങ്ങനെ അങ്ങാടിക്കൂടെ ഇറങ്ങി നടക്കണമൊക്കെ ഉപേക്ഷിച്ച് തന്റെ ഭർത്താവിന്റെ സപ്പോർട്ടോടുകൂടി അവന്റെ ഔദാര്യത്തോടുകൂടി നല്ല റാഹത്തിൽ സന്തോഷത്തിൽ തന്റെ ഭർത്താവിനും തനിക്കും കുടുംബത്തിൽ ദുന്യാവിന്റെ ആഡംബരങ്ങളൊക്കെ ഒഴിവായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ്. അപ്പൊ പ്രപഞ്ചത്തെ അവഗണിക്കുന്നവൻ യഥാർത്ഥ ബുദ്ധിമാനാണ്. ഈ ദുന്യാവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദുന്യാവ് എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ദുന്യാവിനെ അവഗണിക്കല് യഥാർത്ഥ ബുദ്ധിമാന്റെ ബുദ്ധിയാണ്, അല്ലാതെ അത് പൊട്ടന്മാർക്കുള്ളതല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ജനങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമാന് നൽകാൻ ഒരാൾ വല്ലതും വിൽപത്രം എഴുതിയാൽ അത് പ്രപഞ്ച ത്യാഗികൾക്ക് നൽകുക. അതാരാ പറഞ്ഞത്? ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അപ്പോ രാജ്യഭരണവും ഉയർന്ന സമ്പത്തും കയ്യിലിരിക്കെ തന്നെ അവ രണ്ടിനെയും അവഗണനയുടെ കണ്ണുകൊണ്ട് വീക്ഷിച്ച ബുദ്ധിമാന്മാരായിരുന്നു ആര്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും സുലൈമാൻ നബി അലൈഹി സ്വലാമും. തനിക്ക് കിട്ടിയ സൗകര്യങ്ങൾ തന്നെ പരീക്ഷിക്കാൻ അള്ളാഹു വെച്ചതാണെന്ന ഉൾബോധത്തോടെയായിരുന്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചിരുന്നത്.
അപ്പോ രാജപദവി കയ്യിലുണ്ട്, ഭരണാധികാരം കയ്യിലുണ്ട്, സമ്പത്തുണ്ട്, എന്നിട്ടും അത് അള്ളാഹു എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണെന്നുള്ള പേടിയോടുകൂടി ആഡംബരങ്ങൾ ഒഴിവാക്കിയിട്ട് വളരെ മിതത്വം പാലിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ നബിമാരും. അപ്പൊ ഇതൊക്കെ നമുക്ക് വലിയ പാടാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല റാഹത്തില് സന്തോഷത്തില് മിതത്വമായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തആല നമുക്കൊക്കെ പ്രദാനം നൽകുമാറാവട്ടെ. അള്ളാഹു തആല തന്ന ജോലിയിൽ അള്ളാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം നൽകി, തന്ന സമ്പത്തിൽ അള്ളാഹു തആല ബർക്കത്ത് നൽകി നമ്മെ അള്ളാഹു തആല സംരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണില്ല. കുറച്ചും കൂടി എനിക്ക് സംസാരിക്കുമ്പോ ഉച്ചത്തിൽ സംസാരിക്കണം. ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ലാതെ എന്ത് ചെയ്യൂല, ബോറടിക്കൂല. ഇത് ഞാന് ഒരു ഇടുങ്ങിയ ശബ്ദത്തിലും ഇടങ്ങിയ റൂമിലും പുറത്ത് കേൾക്കരുത് എന്ന് കരുതി വളരെ വെച്ചിട്ടായിരിക്കും. ഉച്ചക്ക് ശേഷമാണെങ്കിൽ പ്രശ്നമില്ല, ഫ്രീ ആയി. അപ്പൊ എന്ത് ചെയ്യും, റാഹത്തായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, വിഷമിക്കണ്ട കേട്ടോ. കൂട്ട DC സംഭവിക്കുന്നുണ്ട്, മെയ്ക്കടക്ക് പോകുന്നുണ്ട്. ബൈലക്സ് വെള്ളിയാഴ്ച ആവുമ്പോ വ്യാഴാഴ്ച ബൈലക്സ് പ്രശ്നം ഉണ്ടാവും. കാരണം എന്താ പറയുക, വ്യാഴാഴ്ച എല്ലാവർക്കും ഫ്രീ ആണ്. അപ്പൊ എല്ലാവരും പരമാവധി റൂമിൽ എന്ത് ചെയ്യും, ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കും. മൈക്ക ഗുഡാണ് അല്ലേ. അള്ളാഹു തആല അപ്പൊ നമുക്ക് ഈ രൂപത്തിൽ, അപ്പൊ ഇന്നലെ പറഞ്ഞതും മറക്കണ്ട. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, നമ്മുടെ മക്കളെ പോലെ തന്നെയാണ്. അപ്പൊ നമ്മളൊന്നും വലിയ പണക്കാരൊന്നുമല്ല, നമ്മളൊക്കെ സാധാരണക്കാരാണ്. പക്ഷെ നമ്മളെക്കാൾ പാപികളുണ്ട്. നമ്മുടെ മക്കൾക്ക് ഉടുപ്പ് മേടിച്ചു കൊടുക്കുമ്പോ, നമ്മുടെ മക്കൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കുമ്പോ, നമ്മുടെ മക്കൾക്ക് സൈക്കിൾ മേടിച്ചു കൊടുക്കുമ്പോ, അവര് ഇതുകൊണ്ട് റോട്ടിലിറങ്ങുന്ന സമയത്ത്, സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതിനൊന്നും കഴിവില്ലാതെ കീറ ഷർട്ടും മൊബൈലും ഇല്ല കയ്യില്, എഴുതാൻ പേനയില്ല, മഷിയില്ലാത്ത പേനയുമായി, കീറിയ ബുക്കുമായി പാവപ്പെട്ട തന്റെ അയൽവാസികൾ, അവരുടെ മക്കൾ നമ്മുടെ മക്കളെ കാണുന്ന സമയത്ത് അവരെ കണ്ണിൽ വെള്ളം നിറയും. സുഹൃത്തുക്കളെ ചിന്തിക്കണം, അവരുടെ കണ്ണിൽ വെള്ളം നിറയും. സ്വാഭാവികമാണ്. നിങ്ങൾക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരല്പം പോലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരംഭിച്ചു നോക്കും. പറയും, അല്ലെങ്കിൽ വീട്ടിൽ പറയും, ഉമ്മ നമ്മ പൈസ അല്ലേ, നമ്മളുപ്പയുടെ കയ്യിൽ പൈസ ഇല്ലല്ലേ, നമ്മളുപ്പ ഗൾഫിലല്ലല്ലോ, അതുകൊണ്ടല്ലേ അവന്റെ പോലെ സൈക്കിൾ ഇപ്പൊ മേടിച്ചു തരാത്ത്, അതുകൊണ്ടല്ലേ അവന്റെ പോലെ മൊബൈൽ മേടിച്ചു തരാത്ത്, അവരെ പോലെ പുതിയ വസ്ത്രമൊന്നും നമുക്കില്ലല്ലോ, നമ്മളെ പോലെ എന്ന് തന്റെ മക്കള് ആ കുട്ടികളിൽ പറയുന്ന ആലോചനകള്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾക്ക് വളരെ നമ്മളെ മക്കളെ വളർത്തുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം. നമ്മളെ മക്കൾക്ക് മറ്റുള്ളവരെ കൊണ്ടൊരു ശാപം ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ള മക്കളുടെ ഇടയിൽ നമ്മളെ മക്കളെ ആളാക്കാനും പാടില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മുടെ അയൽവാസികളെ നമ്മൾ സ്നേഹിക്കുക. കഴിയുന്ന രൂപത്തിൽ നമ്മുടെ അയൽവാസികളെ നമ്മൾ സഹായിക്കുക, മക്കളെ സഹായിക്കുക. പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് നമ്മൾ സഹായിക്കുക. അങ്ങനെ ഉസ്താദുമാരിൽ പാവപ്പെട്ട ആളുകൾ ഉണ്ടാവും, അവരെ സഹായിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ സഹായം ചെയ്യുക. അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു താല നമുക്കൊക്കെ പ്രദാനം നൽകട്ടെ. ആ രൂപത്തിൽ ചെലവഴിക്കാൻ അള്ളാഹു താല ഒരുപാട് സമ്പത്ത് നമുക്ക് തരട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു താല വീട്ടി തരട്ടെ. നമ്മളെ അസുഖങ്ങളൊക്കെ അള്ളാഹു താല മാറ്റിത്തരട്ടെ. നല്ല റാഹത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ പഠിച്ച് അവൻ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള മാർഗങ്ങൾ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം നൽകുമാറാവട്ടെ. സാലിഹായ ഭാര്യയെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ച് നല്ല കുടുംബജീവിതം നല്ല സന്തോഷത്തിൽ നയിക്കാൻ പറ്റുന്ന ഇസ്ലാമിയത്തുള്ള പെൺകുട്ടികളെ ആ ചെറുപ്പക്കാർക്ക് അല്ലാഹു തആല കൊടുക്കട്ടെ. നമ്മുടെ വീടുകളിൽ ചുറ്റുഭാഗത്തൊക്കെ ഉണ്ട്, ഒരുപാട് പെൺകുട്ടികളുണ്ട്. എന്റെ അറിവിൽ തന്നെ എന്റെ അയൽവക്കത്തൊക്കെ ഉണ്ട് 25-30 വയസ്സായ പെൺകുട്ടികൾ എത്രയോ വീട് നിറഞ്ഞു നിൽക്കുന്നു. അല്ലാഹ് കാണുമ്പോ കണ്ണ് തള്ളിപ്പോവും. വിഷമിക്കാണ്, നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ കടം കൊണ്ട് കണ്ണീരോടെ ജീവിക്കുന്ന ആളുകൾ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പണമുള്ളവൻ അല്ലാഹു
ആണല്ലോ അള്ളാഹുവെ. എന്നാൽ പെൺകുട്ടികളെ ഒരു പ്രശ്നത്തെത്താ ഒരു മോശമായ ഒരു രംഗവുമില്ല അതെ റബ്ബെ അട്ടിക്കഴുപാൻ ഞങ്ങളുടെ കൂട്ടത്തിനും രക്ഷകൾ നീ പ്രദാനം നൽകണേ അല്ലാ. അതിലുള്ള സാഹചര്യങ്ങളൊക്കെ നീ ഒരുക്കി തരണേ റഹ്മാനെ. എത്തിയും കുട്ടികൾ, എത്രയോ എത്തിയും കുട്ടികൾ റോഡ് കൂടെ നടന്നിട്ട് തിന്നുന്നത് കാണാറുണ്ട്, എച്ചില് പെറുക്കി തിന്നുന്നത്. അവർക്കൊന്നും ഒരു നേരത്തെ നല്ല ഭക്ഷണം കിട്ടുന്നില്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേതൃത്വത്തിന്റെ വല്ലാത്തൊരു പവർ തന്നെയാണ്. അത്ര എത്തിയും കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, എത്തിയും കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഉസ്താദുമാരെ സഹായിക്കുക. അവര് നോക്കുന്നുണ്ട് എത്തിയും കുട്ടികളെ, അവരിലേക്ക് സംഭാവന കൊടുക്കുക. സംഭാവന കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരോട് പറയുക, കൊടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. അല്ലാതെ കൊടുക്കുന്നതും കൂടി മുടക്കിയിട്ട് ആ എത്തിയും കുട്ടികളുടെ ക്ഷാപം കിട്ടുന്ന ഒരു കൂട്ടരിൽ നമ്മൾ പെടാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷാവട്ടെ. ഉസ്താദെ കൂന്ന് എത്തിയും കുട്ടികളെ സഹായിക്കാൻ പ്രതിൽക്കുമാട്ടെ. നമ്മളെ റംഷാദിന് പെണ്ണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റംഷാദ് പെണ്ണ് കിട്ടിയിട്ടില്ല, വെറുതെ അല്ല ക്ലാസ് റൂമിൽ ഫുൾ ടൈം ഉണ്ടാവുന്നത്. ആയിക്കോട്ടെ, റംഷാദിന് നല്ല പെണ്ണ് അള്ളാഹു താല കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വന്തം കുടുംബത്തെ സ്നേഹിച്ച് കുടുംബത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഇസ്ലാമികത്തുള്ള നല്ല പെൺകുട്ടികൾ അള്ളാഹു താല നമ്മളെ ചെറുപ്പക്കാർക്കൊക്കെ പ്രദാനം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് കുറച്ചേരം ഉസ്താദുമാരാരെങ്കിലും വരണം. പുറത്തൊരു ഉസ്താദ് ഉണ്ട്, പിന്നെ വാക്കബി ഉസ്താദ് ഉണ്ട്, ഒക്കെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാൾ മൈക്കിലേക്ക് വരണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഓഫീസിൽ തിരക്കില്ലാത്തതുകൊണ്ട് ഇന്നലത്തെയും മിഞ്ഞാത്തെയും ഖളാ ഞാൻ വീട്ടിയതാണ്. ഇൻഷാ അല്ലാഹ് ആരും എന്നോട് വെറുപ്പ് വിചാരിക്കരുത്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ തൽക്കാലം മൈക്ക് വിടുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഒരുപാട് സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ്. സ്വലാത്ത് ചൊല്ലണം, ഒരുപാട് സ്വലാത്ത് ചൊല്ലണം. കാരണം ഇന്ന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നേരിട്ട് കാണും. ചെറുപുസ്താദ് 15 മിനിറ്റ്. അല്ലാ മാഷാ അല്ലാ, ചെറുപുസ്താദ് ഓക്കെയാണ് അല്ലേ? ഉണ്ട്. 15 മിനിറ്റ് സമയമുണ്ട്. അപ്പൊ 15 മിനിറ്റിന് ഉസ്താദ്മാർ ആരെങ്കിലും വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചെറുപുസ്താദ് അപ്ലക്കിന് വരും. നല്ല ഭാഷാ പഠനം, നല്ലൊരു ക്ലാസ്സാണ്. ഇരുന്നങ്ങനെ ഇരുന്നു പോവും. അത് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലണം. നമ്മളിങ്ങനെ ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കണം. ഇറാഖിലും മിസ്റിലും ഒക്കെ നമ്മൾ ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ നടക്കാന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കഴിയണതറിയില്ല. ഇന്നലെ മിഞ്ഞാന്നൊന്നും ലാസ്റ്റ് ഭാഗം കുറച്ച് ഞാൻ കേട്ടില്ല. നല്ല റാഹത്തുണ്ട്. ആ രാജാക്കന്മാരിങ്ങനെ വരുന്നതും പോണതും അവരിങ്ങനെ യാത്ര ചെയ്യണതും പിടിച്ചടക്കുന്നതും അവരുടെ കുതന്ത്രങ്ങളും ഒക്കെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തരുമ്പോ നല്ല റാഹത്തുണ്ട്. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സൈനി നിസാർ ഉസ്താദും വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നല്ല ഈ ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കാനും നല്ല റാഹത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും പരസ്പരം PM ചെയ്ത് സന്തോഷം സ്നേഹം അറിയിക്കുക. ഫോണുള്ളവർ നമ്പർ മേടിച്ച് ഫോൺ ചെയ്യുക. നമ്മുടെ ഈ ഒരു കൂട്ടായ്മ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട രൂപത്തിലാക്കുക. ഓരോ ക്ലാസിന്റെ ടൈമിലും ഉള്ളവരെ പരസ്പരം റൂമിലുള്ളവർ ഒരു ടീമായിക്കൊണ്ട് തന്നെ പരസ്പരം റൂമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അപ്പോൾ പറഞ്ഞു വന്നത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കാണുന്ന ദിവസത്തിൽ പെട്ടതാണ് ഇന്ന്. നേരിട്ട് കാണും, നേരിട്ട് കേൾക്കും ഇന്നും നാളെയും. അതുകൊണ്ട് അതിൽ പെടാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള ആളുകളിലും മജ്ലിസിലുമായി അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ ഞാൻ മൈക്ക് വിടുകയാണ്. ആദരപൂർവ്വം നിസാർ സൈനി ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.